السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، نحمده ونستعينه ونؤمن به ونتوكل عليه، ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا، من يهده الله فلا مضل له ومن يضلله فلا هادي له، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الحديث كتاب الله، وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കാരുണ്യവാനും സൃഷ്ടാവുമായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ ജീവിതത്തിലുടനീളം അനുധാവനം ചെയ്യണമെന്ന് ആമുഖമായി ഓർമ്മിപ്പിക്കുകയാണ്. ജംഉം ഖസ്റും, ഈ വിഷയത്തെ സംബന്ധിച്ചുള്ള ചർച്ചയിൽ പ്രധാനപ്പെട്ട പല കാര്യങ്ങളും നമ്മൾ വിശദീകരിക്കുകയുണ്ടായി. തൊട്ട് മുമ്പുള്ള ക്ലാസ്സിൽ ജംഅ് അനുവദനീയമാകുന്ന സന്ദർഭങ്ങൾ, അതിന്റെ അസ്ബാബുകളെ സംബന്ധിച്ച് നമ്മൾ വിശദീകരിച്ചു. അതിന്റെ ചില പ്രധാനപ്പെട്ട കാരണങ്ങൾ, അതിന്റെ തെളിവുകൾ, അതുമായി ബന്ധപ്പെട്ട് അഹ്ലുസുന്നയുടെ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ള വിശദീകരണങ്ങൾ നമ്മൾ പറഞ്ഞു നിർത്തിയത്. ജംആക്കി നമസ്കരിക്കാനുള്ള ഒരു കാരണങ്ങളിൽപ്പെട്ട ഒരു കാരണമാണ് സഫർ എന്നതാണ്. ഒരാൾ സഫറിന്റെ അവസ്ഥയിൽ ഒരാൾക്ക് ജംആക്കി നമസ്കരിക്കാം. അതിന്റെ തെളിവ് എന്താണ് എന്ന് ഹദീസുകളിൽ നിന്നും നമ്മൾ മനസ്സിലാക്കി. ആ ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് മുഹദ്ദിസീങ്ങൾ, മുൻഗാമികൾ പറഞ്ഞത് എന്താണ് എന്നും നമ്മൾ മനസ്സിലാക്കുകയുണ്ടായി. ഇനി മനസ്സിലാക്കാനുള്ള ചില കാര്യങ്ങൾ, പലരുടെയും മനസ്സിൽ നിലനിൽക്കുന്ന ഒരു സംശയമാണ്. യാത്രയിൽ ജംആക്കാം എന്ന് പറഞ്ഞല്ലോ, അങ്ങനെയാണെങ്കിൽ ഖസ്റാക്കേണ്ട ആവശ്യമുണ്ടോ? ആളുകൾ മനസ്സിലാക്കിയിട്ടുള്ളത് ജംഉം ഖസ്റും എന്ന് പറയുമ്പോൾ ജംഉ ചെയ്യാതെ ഖസ്റില്ല, ഖസ്റില്ലാതെ ജംഉം ഇല്ല എന്നുള്ള ഒരു തെറ്റിദ്ധാരണ നമുക്കിടയിലുണ്ട്. അത് ജംആക്കി മാത്രം നിസ്കരിക്കാം, ഖസ്റാക്കാതെ. അതേപോലെ തന്നെ ഖസ്റ് മാത്രം നിസ്കരിക്കുക, ജംആക്കാതെ. ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് വിരോധമുണ്ടോ? അപ്പൊ ഈ വിഷയത്തെ സംബന്ധിച്ച് പണ്ഡിതന്മാർ പറഞ്ഞത് അതിന് യാതൊരുവിധ തകരാറും അതിനില്ല എന്നുള്ളതാണ്. ഒരാളെ സംബന്ധിച്ചിടത്തോളം ഒരാൾക്ക് ഖസ്റാക്കാതെ ജംആക്കാം. ഖസ്റാക്കണം എന്നില്ല, അയാൾക്ക് ജംഉ ചെയ്തിട്ട് നിസ്കരിക്കാം. അതേപോലെ തന്നെ അയാൾക്ക് ജംആക്കിയിട്ട് നിസ്കരിക്കാം. ഖസ്റാക്കണ്ട, ഖസ്റാക്കാം, ജംആക്കണമെന്നില്ല. ഇങ്ങനെ ഒരു നിർബന്ധമല്ല എന്നർത്ഥം. നമുക്കെന്ത് ചെയ്യാം?
ളുഹർ 2 റക്അത്ത് മാത്രം നിസ്കരിക്കാം അതിൻ്റെതായ സന്ദർഭങ്ങളിൽ. അതിന്റെ കൂടെ അസർ നിസ്കരിക്കൽ നിർബന്ധമല്ല എന്നർത്ഥം. അവിടെ ഒരു വസ്വാസ് വരുന്നത് അങ്ങനെ 2 റക്അത്ത് മാത്രം നിസ്കരിക്കാൻ പറ്റുമല്ലേ എന്നുള്ളതാണ്. അപ്പൊ ഇത് രണ്ടും അനുവദനീയമാണ്. നമുക്ക് ജംഅ മാത്രമാക്കിയിട്ട് നിസ്കരിക്കാം, അതേപോലെ തന്നെ ഖസർ മാത്രമാക്കിയിട്ട് നിസ്കരിക്കാം. അതിന് വിരോധമല്ല. ഈ വിഷയത്തിൽ ഷെയ്ഖ് ഇബ്നു ബാസ് റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തോട് ഒരു ചോദ്യം ചോദിച്ചു ഇതിനെ സംബന്ധിച്ച്. ഹലിൽ അഫ്ളലു ലിൽ മുസാഫിരി അൽ ഖസ്റു ബിലാ ജംഇൻ അവിൽ ജംഉ വൽ ഖസ്റു വഹൽ ബൈനഹുമാ തലാസുമുൻ. അതാണ് അദ്ദേഹം അതിന് ടൈറ്റിൽ കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് അതിൽ ചോദ്യം, യതസവ്വറുൽ ബഅദു അന്നൽ ജംഅ വൽ ഖസ്റ മുതലാസിമാനി. ചില ആളുകൾ വിചാരിക്കുന്നത് എന്താ വെച്ചാല് ജംഉം ഖസ്റും അത് രണ്ടും നിർബന്ധമാണ്. ഒന്നിന്റെ കൂടെ മറ്റൊന്നുണ്ടായിരിക്കണം, ഒന്നില്ലാതെ മറ്റൊന്നും ശരിയാവില്ല. അതായത് ഫലാ ജംഅ ബിലാ ഖസ്റിൻ വലാ ഖസ്റ ബിലാ ജംഇൻ. ഖസ്റില്ലാതെ ജംഅ ഇല്ല, ജംഅ ഇല്ലാതെ ഖസ്റും ഇല്ല. ഫമാ റഅയ്യുക്കും ഫീ ദാലിക. ഈ വിഷയത്തിൽ എന്താണ് നിങ്ങളുടെ റഅയ്, നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ഷെയ്ഖ് ഇബ്നു ബാസിനോട് ഇതിനെ സംബന്ധിച്ച് ചോദിച്ചു. അതിന് അദ്ദേഹം കൊടുക്കുന്ന മറുപടി, മിൻ ശറഇല്ലാഹി ലഹു അൽ ഖസ്ർ വഹുവൽ മുസാഫിർ ജാസ ലഹു അൽ ജംഅ. അള്ളാഹുവിന്റെ ശറഇൽപ്പെട്ടതാണ് ഒരു യാത്രക്കാരനെ സംബന്ധിച്ചിടത്തോളം അവന് ഖസ്റാക്കുക എന്നുള്ളത്. അതേപോലെ തന്നെ അവൻ മുസാഫിറാണ്, അവനെ സംബന്ധിച്ചിടത്തോളം അവന് ജംഅ ചെയ്യുക എന്നുള്ളതും ജായിസാണ്. വലാകിൻ ലൈസ ബൈനഹുമാ തലാസുമുൻ. അതിന്റെ ഇടയിൽ തലാസുമില്ല. അതായത് ഫലഹു അൻ യഖ്സുറ, അവന് ഖസ്റാക്കിയിട്ട് നമസ്കരിക്കാം. വലാ യജ്മഅ, ജംആക്കണമെന്നില്ല, അത് നിർബന്ധമല്ല എന്നർത്ഥം. അപ്പൊ ഖസ്റാക്കിയിട്ട് മാത്രം നിസ്കരിക്കാം. രണ്ടും ഒരുമിച്ച് വേണമെന്നുള്ളത് നിർബന്ധമല്ല. എന്നിട്ട് പിന്നെ വേറെ കുറച്ച് കാര്യങ്ങൾ അദ്ദേഹം വിശദീകരിക്കാണ്. ഇതാണ് ഷെയ്ഖ് ഇബ്നു ബാസ് റഹ്മത്തുള്ളാഹി അലൈഹി അതിന് കൊടുക്കുന്ന മറുപടി. ഇതേ ചോദ്യം തന്നെ ലജ്നത്ത് ദായിമയോട് ചോദിച്ചു. ഹൽ യജൂസു ലിൽ മുസാഫിരി അൻ യജ്മഅ ബിദൂനൽ ഖസ്രി. ഖസ്റാക്കാതെ ഒരാൾക്ക് ഒരു മുസാഫിറിന് ജംആക്കാൻ പറ്റുമോ? ജംആക്കി നിസ്കരിക്കാം ഖസ്റാക്കാതെ, അങ്ങനെ പറ്റുമോ? ഔ യഖ്സുർ ബിദൂന ജംഇൻ, അല്ലെങ്കിൽ ജംആക്കാതെ ഖസ്റാക്കി നിസ്കരിക്കാൻ പറ്റുമോ? ഇതാണ് ചോദ്യം. അവരുടെ ഫത്വ നമ്പർ 584. അതിനവർ കൊടുക്കുന്ന മറുപടി, യജൂസു ലഹു അൽ ജംഉ ബിദൂന ഖസ്റിൻ വൽ ഖസ്റു ബിദൂന ജംഇൻ. ഇത് രണ്ടും അനുവദനീയമാണ്, ജായിസാണ്. യജൂസു ലഹു, ആ മുസാഫിറിനെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് ജായിസാണ്. എന്താൽ ജംഉ, ജംആക്കി നമസ്കരിക്കൽ ജായിസാണ്. ബിദൂന ഖസ്റിൻ, ഖസ്റാക്കാതെ. അതേപോലെ തന്നെ വൽ ഖസ്റു, അയാൾക്ക് ഖസ്റാക്കി നമസ്കരിക്കാം. ബിദൂന ജംഇൻ, ജംആക്കാതെ. അപ്പൊ ഇത് രണ്ടും ഒന്നിച്ച് ചെയ്തോളണം എന്നുള്ള ഒരു നിർബന്ധമല്ല എന്നർത്ഥം. മാത്രമല്ല ഖസ്ർ എന്നുള്ളത് യാത്രയിൽ മാത്രമേ അനുവദിച്ചിട്ടുള്ളൂ. ജംഅ അതല്ലാത്ത ചില കാരണങ്ങൾ കൊണ്ടും അനുവദനീയമാണ് എന്നുള്ളത് നമ്മൾ പഠിക്കുകയും ചെയ്തു. അപ്പൊ ഇതാണ് ലജ്നത്ത് ദായിമ ആ വിഷയത്തിൽ കൊടുത്തിട്ടുള്ള ഫത്വ. അപ്പൊ ആ വിഷയത്തിലുള്ള നമ്മുടെ ആ സംശയം നമ്മൾ ക്ലിയർ ചെയ്യണം എന്നുള്ളത് ഓർമ്മിപ്പിക്കുകയാണ്. ഇതേപോലെ തന്നെ മറ്റൊരു വിഷയം, യാത്രക്കാരനായ ഒരാൾ, അയാൾ ഇമാമിന്റെ പിന്നിൽ നിസ്കരിച്ചു, ളുഹർ നമസ്കരിച്ചു, അല്ലെങ്കിൽ അതേപോലുള്ള നിസ്കാരം നിസ്കരിച്ചു. പിന്നീട് അയാൾക്ക് അടുത്ത നിസ്കാരം അതിന്റെ കൂടെ ജംആക്കാൻ പറ്റുമോ? അയാൾ ഇമാമിന്റെ കൂടെ ജമാഅത്തായിട്ട് നിസ്കരിച്ചത്, പിന്നീട് അയാൾക്ക് അതിന്റെ കൂടെ, അപ്പൊ ളുഹർ ഇമാമിന്റെ കൂടെ നിസ്കരിച്ച ഒരാൾക്ക് അതിന്റെ കൂടെ അസർ ജംആക്കാൻ പറ്റുമോ? അയാൾ ളുഹർ നിസ്കരിച്ചത് ഇമാമിന്റെ കൂടെയാണ്, അങ്ങനെ നിസ്കരിച്ചിട്ട് അയാൾ സലാം വീട്ടി പിന്നീട് അയാൾക്ക് അസർ നിസ്കരിക്കാൻ പറ്റുമോ എന്നുള്ളതാണ്, ജംആക്കിയിട്ട്. അതേപോലെ തന്നെ മഗ്രിബ് ഒരാൾ ഇമാമിന്റെ കൂടെ നിസ്കരിച്ചു, പിന്നീട് അതിന്റെ കൂടെ അയാൾക്ക് ഇശ ജംആക്കാൻ പറ്റും.
അപ്പൊ അതിന്റെ കാരണങ്ങൾ നമ്മൾ വിശദീകരിച്ചു. അപ്പൊ ഇതിനും എന്തില്ല, ഇതിനും തെറ്റില്ല, ഇതും അനുവദനീയമാണ്, തെറ്റുള്ള സംഗതിയല്ല എന്നുള്ളത് മനസ്സിലാക്കി. ഈ വിഷയത്തിൽ ലജ്നത്ത് ദാമിയോടുള്ള ഒരു ചോദ്യം 1696 ഇതിന്റെ നമ്പർ. അതിലൊരാൾ 3 ചോദ്യങ്ങളാണ് ചോദിക്കുന്നത്. അതിലൊരു ചോദ്യം ഇതാണ്: വൈദാ കുൻതു മുസാഫിറൻ മിന ത്വായിഫ ഇലാ ജിദ്ദ. അങ്ങനെ ത്വായിഫയിൽ നിന്നും ജിദ്ദയിലേക്കുള്ള യാത്രയിലാണ്. ആ യാത്രയിലാണെങ്കിൽ 2 ചോദ്യം വേറുണ്ട്. ഇത് 3ാമത്തെ ചോദ്യമാണ്. കുറച്ച് ചോദ്യങ്ങളുണ്ട്, 3 ചോദ്യങ്ങളുണ്ട്. അത് നമ്മുടെ വിഷയമായിട്ട് ബന്ധപ്പെട്ടത്. വഅദറക്തനി സ്വലാത്തുൽ മഗ്രിബ് ഫി ത്വായിഫ. അങ്ങനെ ത്വായിഫിൽ വെച്ച് ഞാൻ മഗ്രിബ് നിസ്കരിച്ചു, നിസ്കാരത്തിന്റെ സമയമായി. വസല്ലൈതുഹാ മഅൽ ജമാഅത്തി ഫിൽ മസ്ജിദി. ഞാൻ പള്ളിയിൽ വെച്ചിട്ട് മഗ്രിബ് ജമാഅത്തെ നിസ്കരിച്ചു. ഫഹൽ യജൂസു ലി, അതുകൊണ്ട് എനിക്ക് ജായിസാണോ ജംഉൽ ഇശാഇ ബഅദഹാ മുബാശറ, അതിനുശേഷം മഗ്രിബ് നിസ്കരിച്ച് ഇമാമിന്റെ കൂടെ, അതിനുശേഷം എനിക്ക് നേരെ ഉടനെ തന്നെ എനിക്ക് ഇശ ജമ്മാക്കാൻ പറ്റും. നമസ്കരിച്ചത് ഇമാമിന്റെ കൂടെയാണ്. അപ്പൊ അതിലൊക്കെ പലർക്കും തെറ്റിദ്ധാരണ ഉണ്ട്. അല്ലനി മുസാഫിറൻ, കാരണം ഞാൻ യാത്രക്കാരനാണ്. ഇതാണ് ചോദ്യം. 2-3 ചോദ്യങ്ങളുണ്ട്, അതിൽ ഒരു ഭാഗം. അതിൽ അവർ കൊടുക്കുന്ന മറുപടി: വൈദാ കുൻത മുസാഫിറൻ, നീ യാത്രക്കാരനാണ്, യാത്രക്കാരനായിരുന്നാൽ, വസല്ലൈത മഅ മുഖീമീന ഫിൽ ബലദി സ്വലാത്തുൽ മഗ്രിബ് ഔ സ്വലാത്തുൽ ളുഹർ, മുഖീമീങ്ങളുടെ കൂടെ നീ മഗ്രിബ് നിസ്കരിച്ചു അല്ലെങ്കിൽ ളുഹർ നിസ്കരിച്ചു. മുഖീമീങ്ങൾ പറഞ്ഞാൽ നാട്ടിലുള്ള ആൾക്കാരുടെ കൂടെ. ഇപ്പൊ നമ്മൾ ജംഅനെ കുറിച്ച് മാത്രമാണ് ചർച്ച ചെയ്യുന്നത് കേട്ടോ, ഖസറിനെ കുറിച്ചല്ല, ജംഅനെ കുറിച്ച് മാത്രമാണ്. അതും നമ്മുടെ വിഷയം ജംഅ ചെയ്യാനുള്ള കാരണങ്ങളിൽപ്പെട്ട ഒരു കാരണം യാത്രക്കാരനാകുക എന്നുള്ളതാണ്. ആ യാത്രയിൽ വരുന്ന കാര്യങ്ങളെ കുറിച്ചാണ് ഇപ്പൊ നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അങ്ങനെ നീ മുഖീമീങ്ങളുടെ കൂടെ, അതായത് ആ നാട്ടില് ഉള്ളവരുടെ കൂടെ നീ മഗ്രിബ് നിസ്കരിച്ചു അല്ലെങ്കിൽ ളുഹർ നിസ്കരിച്ചു. ജാസലക്കാൻ തുസല്ലിയ സ്വലാത്തുൽ ഇശാ ബഅദൽ മഗ്രിബി വ സ്വലാത്തുൽ അസ്ർ ബഅദ സ്വലാത്തിൽ ളുഹർ ജംഅ. അതുകൊണ്ട് തന്നെ നിനക്ക് ജായിസാണ് ആ മഗ്രിബ് നമസ്കാരത്തിന് ശേഷം ഇശ നിനക്ക് ജംഅ ചെയ്യാം. അതേപോലെ തന്നെ അസറാണ് ഇമാമിന്റെ കൂടെ നിസ്കരിച്ചതെങ്കിൽ സലാം വീട്ടിയിട്ട് നിനക്ക് അതിന്റെ കൂടെ, അല്ല ളുഹറാണ് നിസ്കരിച്ചതെങ്കിൽ അതിന്റെ കൂടെ ളുഹർ സലാം വീട്ടിയതിനു ശേഷം നിനക്ക് അസർ അങ്ങനെ അതിന്റെ കൂടെ ജംആക്കിയിട്ട് നിസ്കരിക്കാം. അതിന് വിരോധമല്ല. കാരണം വയുശ്റഉ ഖസ്റു സ്വലാത്തി ഫി സഫരി. എന്നിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ അങ്ങനെ വിശദീകരിച്ചു പോവാണ്. സഫറുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ വിശദീകരിക്കുകയാണ്. അപ്പൊ അത് ജായിസാണ്, അതിന് യാതൊരു വിധത്തിലുള്ള തെറ്റില്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ഇനി 3ാമതായിട്ട് മനസ്സിലാക്കേണ്ടത്, യാത്ര എന്ന് പറയുമ്പോൾ 2 അവസ്ഥകൾ ഉണ്ടാവും. അത് പണ്ഡിതന്മാർ വിശദീകരിച്ചത്, ഒന്ന് അയാൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന അവസ്ഥ, 2ാമതൊരവസ്ഥ യാത്രക്കിടയിൽ അയാൾ റെസ്റ്റ് എടുക്കുന്ന ഒരു ടൈമുണ്ട്. അങ്ങനെ ഒരു ടൈം ഉണ്ടാകാം. അതൊരു ദിവസമാകാം, 2 ദിവസമാകാം. അതല്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന സ്ഥലത്ത് നമ്മൾ എത്തി, അവിടെ നമ്മൾ 2-3 ദിവസം താമസിക്കാണ്. ഞാനവിടുന്ന് സൗദി പോയി, അതിന്റെ ഇടയ്ക്ക് ഞാൻ ഒന്ന് റെസ്റ്റ് എടുത്തു, അല്ലെങ്കിൽ സൗദിയിലെത്തി ഞാൻ 2-3 ദിവസം അവിടെ താമസിക്കാണ്. അങ്ങനെ താമസിക്കുന്ന സന്ദർഭത്തിൽ എനിക്ക് നമസ്കാരം ജംആക്കാൻ പറ്റും. ഞാൻ യാത്ര പോവാണ്, ഒന്ന് സൗദിക്ക് പോയി അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്ഥലത്ത് പോയി, അങ്ങനെ ഞാൻ അവിടെ 2-3 ദിവസം, കുറച്ച് ദിവസങ്ങൾ താമസിക്കാണ്. ആ താമസിക്കുന്ന സന്ദർഭത്തിൽ ജംആക്കാൻ പറ്റും. അപ്പോൾ 2 അവസ്ഥകൾ വന്നു. ഒന്ന് യാത്രക്കാരനായിരിക്കുന്ന അവസ്ഥ, നമ്മൾ യാത്രയിലാണ് ആ അവസ്ഥ. മറ്റൊന്ന് യാത്ര ചെയ്ത് നമ്മൾ ഉദ്ദേശിച്ച സ്ഥലത്തെത്തി നമ്മൾ അവിടെ താമസിക്കുന്ന അവസ്ഥ. 2 അവസ്ഥകളായിട്ട് തന്നെ പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ വിഷയത്തിൽ ചർച്ചകൾ ഒരുപാടുണ്ട്. യാത്രയിൽ എന്തായാലും ജംഅ ജായിസാണെന്നുള്ളത് നമ്മൾ പറഞ്ഞു. എന്നാൽ അയാൾ ഉദ്ദേശിച്ച സ്ഥലത്തെത്തി അയാൾ അവിടെ താമസിക്കുകയാണ്. ആ സന്ദർഭത്തിൽ നമസ്കാരം ജംആക്കാൻ പറ്റുമോ? ഖസറിൻ്റെത് വേറെ നമ്മൾ വിശദീകരിക്കുന്നുണ്ട്. നമ്മൾ വ്യക്തമായി കാര്യങ്ങൾ മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ് 2 കൂടി പറയുമ്പോൾ നമുക്കത് പ്രശ്നമാവും. അതല്ലെങ്കിൽ യാത്രക്കിടയിൽ നമ്മൾ ഒരു ദിവസം നമ്മൾ റെസ്റ്റ് എടുക്കുകയാണ്, അല്ലെങ്കിൽ കുറച്ച് നേരം മണിക്കൂറുകൾ നമ്മൾ റെസ്റ്റ് എടുക്കുകയാണ്. ആ സന്ദർഭത്തിൽ നമ്മൾ യാത്രയിലല്ല, നമ്മൾ റെസ്റ്റ് എടുക്കുന്നതിന് വേണ്ടിയിട്ടാണ്.
നാസിലായിരിക്കുന്ന അവസ്ഥ, യാത്രക്കിടയിൽ ഇറങ്ങി താമസിക്കുന്ന അവസ്ഥ, ആ സന്ദർഭത്തിൽ ജം ആക്കാമോ? അതില് ആ ചർച്ചകൾ ഒരുപാടുണ്ട്. അതിന്റെ ആകെ തുക യാത്രയിൽ ജം ജായിസാണ്. മശക്കത്തുണ്ടെങ്കിൽ ഷെയ്ഖ് ഉസൈമീൻ അത് വിശദീകരിച്ചു, അതിന്റേതായ കാരണങ്ങൾ വിശദീകരിച്ചു. എന്നാൽ ഉദ്ദേശിച്ച സ്ഥലത്തെത്തി അവിടെ ഏതാനും ദിവസങ്ങൾ അയാൾ താമസിക്കുന്നു, അയാളെ സംബന്ധിച്ചിടത്തോളം എത്ര ദിവസങ്ങൾ അയാൾക്ക് ജം ആക്കാം? അവിടെ രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, അയാൾക്ക് ജം ആക്കാമോ, ജം ആക്കാമെങ്കിൽ എത്ര ദിവസം? അപ്പൊ ഇവിടെ പണ്ഡിതന്മാർ പറഞ്ഞത്, അങ്ങനെയുള്ള ഒരു ഘട്ടത്തിൽ അയാൾ ആ നാട്ടിലെത്തി, അയാൾ തിരിച്ചു പോരും. അങ്ങനെയുള്ള ഒരു ഘട്ടത്തിൽ അയാൾക്ക് നമസ്കാരം ജം ആക്കുന്നത് ജായിസാണ്. പക്ഷെ അഫ്ദൽ എന്താണ്? ആ നമസ്കാരം ഓരോന്നും അതിൻ്റെതായ സമയത്ത് നിർവഹിക്കലാണ്. അതാണ് അഫ്ദൽ. എന്നാൽ ജായിസാണ്. അത് എത്ര ദിവസമാണ്? ആ ദിവസത്തിന്റെ കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. അത് ഖസറാണെങ്കിൽ എത്ര ദിവസം വരെ നമുക്ക് ഖസറാക്കാം, എത്ര ദിവസം വരെ നമുക്ക് ജം ആക്കാം, അതിൽ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. അപ്പൊ അങ്ങനെ താമസിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് ജം ചെയ്യുന്നത് ജായിസാണ്. ഖസർ പിന്നെ യാത്രയാണ്. ഖസറിന്റെ നമ്മൾ വേറെ തന്നെ നമ്മൾ പറയുന്നത് കൊണ്ട് ഇപ്പൊ ജമ്മിന്റെ മാത്രം വിഷയം നമ്മൾ ശ്രദ്ധിച്ചാൽ മതി. അപ്പൊ അവിടെ പണ്ഡിതന്മാർ പറഞ്ഞത് അയാൾക്ക് ജായിസാണ് എന്നുള്ളതാണ്. എന്നാൽ അഫ്ദൽ എന്താണ്? ഓരോ നമസ്കാരവും അതിൻ്റെതായ സമയത്ത് നിർവഹിക്കലാണ് അയാൾക്ക് അഫ്ദലായിട്ടുള്ളത്. ആ വിഷയത്തിൽ ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി അലൈഹി അതിൽ എന്തുകൊണ്ട് അഭിപ്രായ വ്യത്യാസം ഉണ്ടായി, അതിന്റെ ചർച്ചകൾ ഒരുപാട് നടക്കുന്നുണ്ട്. പക്ഷെ ഇത് ജായിസാണ് എന്ന് പറയുന്ന ആളുകൾക്കാണ് തെളിവുള്ളത്. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ ചെയ്തിട്ടുണ്ട്. തബൂക്ക് യുദ്ധത്തിന്റെ സന്ദർഭത്തിൽ ആ ഹദീസ് നമ്മൾ മുമ്പുള്ള ക്ലാസ്സിൽ വായിച്ചിട്ടുണ്ട്. ആ ഹദീസ് എന്താണെന്നുള്ളത്. അപ്പൊ അതാണ് അതിന്റെ തെളിവ്. അങ്ങനെ ഒരാൾ യാത്ര പോയി, അയാൾ ആ സ്ഥലത്ത് താമസിക്കാണ്, അയാൾക്ക് ജം ആക്കാം എന്നുള്ളതിന്റെ തെളിവ് ആ ഹദീസാണ്. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം പറഞ്ഞു ഈ വിഷയത്തില്, അങ്ങനെ താമസിക്കുന്ന ഒരാൾക്ക് ജം ആക്കി നമസ്കരിക്കുന്നത് ജായിസാണ്. അതിൽ അദ്ദേഹം പറഞ്ഞൊരു ചില വാചകങ്ങൾ, ഫൽ മുസാഫിർ ഇദഹ്താജ ഇലൽ ജംഇ ജമഅ, ഒരു മുസാഫിറിനെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് ജം ആക്കേണ്ട ഒരു ആവശ്യമുണ്ടായത്. നമ്മൾ പറഞ്ഞു ഖസറിനെ പോലെയല്ല ജം. ഒരാവശ്യമുണ്ടെങ്കിൽ നമുക്കത് ചെയ്യാം. ശർഈയായ ഉദ്റുണ്ടെങ്കിൽ, സബബ് ഉണ്ടെങ്കിൽ, ഇല്ലത്തുണ്ടെങ്കിൽ ജം ആക്കാം എന്നുള്ളതാണ്. അതൊന്നുമില്ലാതെ ജം ആക്കുന്നത് ചിലപ്പോൾ ഹറാമിന്റെ പരിധിയിലേക്ക് എത്തും എന്നുള്ളത് ഷെയ്ഖ് ഉസൈമീന്റെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു പോയിട്ടുണ്ട്. അപ്പൊ ഇവിടെ ഷെയ്ഖുൽ ഇസ്ലാം പറയുന്നത് മുസാഫിറിനെ സംബന്ധിച്ചിടത്തോളം അയാളെ ആവശ്യക്കാരനാണെങ്കിൽ അയാൾക്ക് ജം ആക്കാം. സവാൻ കാനദാലിക്കലി സൈരിഹി വക്തി സ്ഥാനിയ വക്തിലൂല വശക്കി നുസൂലി അലൈഹി, അത് ആദ്യ സമയത്താണെങ്കിലും രണ്ടാമത്തെ സമയത്താണെങ്കിലും അതല്ലെങ്കിൽ അയാൾക്ക് പ്രയാസകരമായ ഘട്ടത്തിലാണെങ്കിലും ഒക്കെ ജം ആക്കി നമസ്കരിക്കാം. ഔ കാന മഅ നുസൂലിഹി ലിഹാജത്തിൻ നുഖറ, എന്നിട്ട് അദ്ദേഹം പറയുന്നു ഇങ്ങനെ ഈ നുസൂലിന്റെ സന്ദർഭത്തിൽ അയാൾക്ക് പ്രയാസകരമായ ഒരവസ്ഥ ഉണ്ടാകുകയാണെങ്കിൽ, അപ്പൊ അവിടെ കൃത്യമായിട്ട് അത് പറയുന്നുണ്ട്. ഔ കാന മഅ നുസൂലിഹി ലിഹാജത്തിൻ നുഖറ, അല്ലെങ്കിൽ മറ്റു വല്ല ആവശ്യങ്ങളും അയാൾക്ക് വരിക. അതുകൊണ്ടാണ് നമ്മളെന്ത് അഫ്ളല് ഓരോ നമസ്കാരവും അതിന്റെ സമയത്ത് തന്നെ നിർവഹിക്കലാണ്. അപ്പൊ ഷെയ്ഖ് ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി അലൈഹി ഇവിടെ വിശദീകരിക്കുന്നത് വല്ല പ്രയാസം ഉണ്ടാകുക, അതല്ലെങ്കിൽ മറ്റു വല്ല ആവശ്യങ്ങളും നേരിടുന്ന ഒരു സന്ദർഭം. ഈ പറയുന്നത് യാത്രക്കാരനെ കുറിച്ചല്ല. യാത്രയിൽ അയാൾ ഉദ്ദേശിച്ച സ്ഥലത്തെത്തി, അല്ലെങ്കിൽ യാത്രക്കിടയിൽ അയാൾ റെസ്റ്റ് എടുക്കുന്ന ഒരു സന്ദർഭത്തെ കുറിച്ചാണ് കേട്ടോ. യാത്രയിൽ ജായിസാണെന്നുള്ളത് നമ്മൾ പറഞ്ഞു. ചില സന്ദർഭങ്ങളിൽ അത് മുസ്തഹബാകും എന്നുള്ളത് ഷെയ്ഖ് ഉസൈമീന്റെ നമ്മൾ വായിച്ചു. അയാൾക്ക് പ്രയാസകരമായ ഒരു അവസ്ഥയാണെങ്കിൽ ജമ്മു ചെയ്യുന്നില്ല തന്നെയാണ് അയാൾക്ക് ഖൈർ അഫ്ളലായിട്ടുള്ളത്. അപ്പൊ ഇങ്ങനെ താമസിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് മറ്റു ആവശ്യങ്ങൾ നേരിടുക. എന്നിട്ട് അദ്ദേഹം ആ ആവശ്യങ്ങൾ പറയുന്നു. മിസ്ലാൻ യഹ്താജ ഇലൻ നൗമി, ചിലപ്പോ യാത്രയാണ്,
യാത്ര എന്നുള്ളത് തന്നെ അദാബാണ്, പ്രയാസകരമാണ്. ഏതുപോലെ അദ്ദേഹം ഉദാഹരണം കൊണ്ടുവരുന്നത് ഇലൻ നൗമി, ചിലപ്പോൾ ഉറങ്ങേണ്ടി വരും. വൽ ഇസ്തിറാഹ വക്തിൽ ലുഹരി, അതേപോലെ തന്നെ ലുഹറിന്റെ സമയത്ത് ചിലപ്പോൾ ഒന്ന് റെസ്റ്റ് എടുക്കേണ്ടി വരും. വക്തിൽ ഇഷായി, അതേപോലെ തന്നെ ഇഷായിന്റെ സമയത്തും ഇങ്ങനെ ഒരു ഘട്ടം വരികയാണെങ്കിൽ ഫയൻസുൽ, അപ്പൊ അയാൾ എന്ത് ചെയ്യുന്നു? അയാൾ ഇറങ്ങുന്ന വക്തൽ ലുഹരി, ലുഹറിന്റെ സമയത്ത് വഹുവ തഅബാനുൻ സഹറാനുൻ ജായിയുൻ, അയാൾ ക്ഷീണിതനാണ്, അയാൾ ഉറക്കമൊഴിച്ചവനാണ്, അയാൾ വിശക്കുന്നവനാണ്. അതേപോലെ തന്നെ മുഹ്താജുൻ ഇലാ റാഹത്തിൻ വഅക്ലിൻ വനൗമിൻ, അയാൾക്ക് റെസ്റ്റ് എടുക്കണം, അതേപോലെ തന്നെ അയാൾക്ക് ഭക്ഷണം കഴിക്കണം, അയാൾക്ക് ഉറങ്ങണം. ഇങ്ങനെയുള്ള സന്ദർഭത്തിലാണെങ്കിൽ ഫയുഅഖറുൽ ളുഹറ ഇലാ വഖ്തിൽ അശ്രി, അയാൾക്ക് എന്ത് ചെയ്യാം? ഈ അവസ്ഥയിൽ തന്നെ അയാൾക്ക് കുറച്ച് റെസ്റ്റ് എടുക്കേണ്ട അവസ്ഥയാണെങ്കിൽ, അല്ലെങ്കിൽ അങ്ങനത്തെ പ്രയാസകരമായൊരു ഘട്ടമാണെങ്കിൽ അയാൾ തഅബാനാണ്. കാരണം യാത്രയാണല്ലോ, യാത്രയെക്കുറിച്ച് തന്നെ ഹദീസിൽ അതാ വന്നിട്ടുള്ളത്. ഖിത്അത്തും മിനൽ അദാബ്, യാത്രയെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഇങ്ങനെയുള്ള ഒരു സന്ദർഭമാണെങ്കിൽ അയാൾക്ക് എന്ത് ചെയ്യാം? ളുഹറിനെ അയാൾക്ക് പിന്തിപ്പിക്കാം, അസറിന്റെ സമയത്തേക്ക് പിന്തിപ്പിക്കാം. സുമ്മ യഹ്താജു അൻ യുഖദ്ദിമ ലിശാ മഅൽ മഗ്രിബി, അയാൾക്ക് എന്ത് ചെയ്യാം? ഇശായിനെ മുന്തിക്കാം, എന്നിട്ട് മഗ്രിബിന്റെ കൂടെ ജമ്മാക്കാം. വയനാമു ബഅദ ദാലിക, അതിനുശേഷം അയാൾക്ക് ഉറങ്ങാം. ലിയസ്തീഖിള നിസ്ഫൽ ലൈലി സഫരി, യാത്രക്ക് വേണ്ടി നേരത്തെ എഴുന്നേൽക്കുന്നതിന് വേണ്ടി. അപ്പൊ അങ്ങനെയൊക്കെയുള്ള ചില പ്രത്യേകമായ സന്ദർഭങ്ങൾ ചിലപ്പോ ഈ ഘട്ടത്തിലുണ്ടാവും. ഏത് ഘട്ടത്തില്? അയാള് യാത്രക്കിടയിൽ റെസ്റ്റ് എടുക്കുന്ന ഘട്ടത്തിലാകാം, അതല്ലെങ്കിൽ അയാൾ യാത്ര ചെയ്ത് ഉദ്ദേശിച്ച സ്ഥലത്തെത്തി ആ ഘട്ടത്തിലും ആകാം. അപ്പൊ അയാള് അവിടെ താമസിച്ചിരിക്കുന്ന ആ സന്ദർഭത്തിലുള്ള കാര്യത്തെക്കുറിച്ചാണ് ഈ പറയുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ ഉണ്ടെങ്കിൽ അയാൾക്ക് ജംഅ ചെയ്യുന്നത് ജായിസാണെന്ന് അർത്ഥം. ഇനി ഇത്തരത്തിലുള്ള കാരണങ്ങളൊന്നും ഒരാൾക്കില്ലെങ്കിൽ അയാൾക്ക് ഏറ്റവും അഫ്ളലായിട്ടുള്ളത് നമസ്കാരം അതിൻ്റെതായ സമയത്ത് നിർവഹിക്കലാണ്. കാരണം അതാണ് അസ്സല്. നമ്മൾ നന്നായിട്ട് മനസ്സിലാക്കേണ്ട ഒരു സംഗതിയാണ്. കാരണം പല അബദ്ധങ്ങളും നമുക്ക് ഈ വിഷയത്തിൽ സംഭവിച്ചു പോകാറുണ്ട്. അപ്പൊ ഈ വിഷയത്തിലുള്ള നിലപാട് അതാണ്. ഇതേപോലെ തന്നെ ഷെയ്ഖ് ഇബ്നു ബാസ് റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തോട് ഈ വിഷയത്തിൽ ഒരു ചോദ്യം ചോദിച്ചു. ഇങ്ങനെയുള്ള സന്ദർഭത്തിൽ ചെയ്യേണ്ട അവസ്ഥയെക്കുറിച്ച് അദ്ദേഹത്തോട് ചോദിച്ചു. അദ്ദേഹത്തിന്റെ ഫത്തവ നൂറിൻ അൽ ദർബിൽ ഇത് കാണും ചോദ്യം. അതിൽ അദ്ദേഹം പറഞ്ഞു, യാത്രക്കാരന്റെ അവസ്ഥകൾ വിശദീകരിച്ചു. അയാൾക്ക് ജംഅ തഖ്ദീമാക്കാം, തഖീറാക്കാം ഇതൊക്കെ പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, അമ്മാ ഇദാ കാന മുഖീമൻ മുസ്തരീഹൻ, എന്നാൽ യാത്രക്കാരൻ മുഖീമാണെങ്കിൽ അയാൾ ഉദ്ദേശിച്ച സ്ഥലത്തെത്തി യാത്ര ചെയ്ത്, മുസ്തരീഹാണ്, അയാൾ റെസ്റ്റ് എടുത്തുകൊണ്ടിരിക്കുന്ന, അയാൾക്ക് ക്ഷീണമില്ലാത്ത സുഖകരമായ ഒരവസ്ഥയിലാണ്. ഫൈനഹു യുസല്ലി കുല്ലി സ്വലാത്തിൻ ഫീ വഖ്തിഹാ, അയാൾ ഓരോ നിസ്കാരവും അതിന്റെ സമയത്ത് നിസ്കരിച്ചുകൊള്ളട്ടെ. കാരണം അയാൾ മുസ്തരീഹാണ്, അയാൾക്ക് വേറെ പ്രയാസങ്ങളൊന്നുമില്ല. അയാള് ഓരോ നമസ്കാരവും അതിൻ്റെതായ സമയത്ത് നിർവഹിച്ചു കൊള്ളട്ടെ. ഹാദാ ഹുവൽ അഫ്ളൽ, ഇതാണ് ഏറ്റവും ശ്രേഷ്ഠമായത്. അഫ്ളൽ ഇതാണ്, എന്ത്? ഓരോ നമസ്കാരവും അതിൻ്റെതായ സമയത്ത് നിർവഹിക്കുക, അതാണ് അഫ്ളൽ. നമ്മളൊക്കെ നേരെ തിരിച്ചാ മനസ്സിലാക്കിയിട്ടുള്ളത്. അഫ്ളൽ ഓരോ നിസ്കാരവും അതിൻ്റെതായ സമയത്ത് നിർവഹിക്കലാണ്. വലിഹാദ ലമ്മാ കാന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫീ മിനാ ഫീ ഹജ്ജത്തിൽ വദാഇ സല്ലാ സ്വലവാത ഫീ ഔഖാതിഹാ മാ ജമാ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മിനായിൽ വെച്ച് അദ്ദേഹത്തിന്റെ ഹജ്ജത്തുൽ വദാഇൽ മിനയിൽ വെച്ചിട്ട് നിസ്കരിച്ചു, ജംആക്കിയിട്ടില്ല, ഖസറാക്കി. മിനയിൽ വെച്ചിട്ട് എന്താ നബിക്ക് ജംആക്കി കൂടെയാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജംആക്കിയിട്ടില്ല. അതുകൊണ്ട് ഫൽ ഹാസിലു, രത്ന ചുരുക്കം, അന്നൽ മുഖീമൽ മുസ്തരീഹു അൽ അഫ്ളലു ലഹു അല്ലാ യജ്മഅ വൈൻ കാന മുസാഫിറൻ വൈൻ കാന ഫി അസ്നാഇ സഫരി ഫിൽ ബരി അൽ അഫ്ളലു ലഹു അദമുൽ ജംഅ. അപ്പോ ഇങ്ങനെയുള്ള മുഖീമായ മുസ്തരീഹായ ഒരാളെ സംബന്ധിച്ചിടത്തോളം അഫ്ളൽ ജംആക്കാതിരിക്കലാണ്, അഫ്ളൽ ജംആക്കാതിരിക്കലാണ്. ലാക്കിൻ ഇദാ ദഅത്തിൽ ഹാജ ഇലൽ ജംഇ ഫലാ ഹറജ ഫീ ദാലിക, എന്നാൽ ജംഅ ചെയ്യേണ്ട ഒരു ഘട്ടം, ഒരു ഹാജത്ത്, അത്തരത്തിലുള്ള ഒരവസ്ഥ അവന്റെ മുമ്പിലുണ്ടായാൽ അവനെ ജംഅ ചെയ്യുന്നതിന് ഫലാ ഹറജ ഫീ ദാലിക, അതിൽ തെറ്റില്ല. അതാണ് ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ പറഞ്ഞത്. അതല്ലെങ്കിൽ വേറെ തകരാറൊന്നുമില്ല, വേറെ പ്രയാസങ്ങളൊന്നുമില്ല.
അപ്പൊ ആ ജംഅ് ഒഴിവാക്കുന്നത് കൊണ്ട് അയാൾക്ക് ഒരു പ്രയാസമല്ല. അങ്ങനെയുള്ള ഒരു ഘട്ടത്തിലാണെങ്കിൽ അയാൾ ഓരോ നമസ്കാരവും അതിൻ്റെതായ സമയത്ത് നിർവഹിക്കുന്നതാണ് അഫ്ളൽ. എന്നാൽ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, അയാൾക്ക് ജമാഅത്ത് നിസ്കരിക്കുകയും ചെയ്യും. ഇതേപോലെ തന്നെ ഷെയ്ഖ് നാസറുദ്ദീൻ അൽബാനി അദ്ദേഹം വളരെ വിശദമായിട്ട് ഇതിനെ സംബന്ധിച്ച് ചർച്ച ചെയ്യുന്നുണ്ട്. അപ്പോ ഈ സന്ദർഭത്തിൽ ജംആക്കാൻ പാടില്ല എന്നുള്ള വാദത്തെ ഷെയ്ഖ് അൽബാനി ഖണ്ഡിച്ചു. എന്നിട്ട് അദ്ദേഹം തബൂക്ക് യുദ്ധത്തിന്റെ സന്ദർഭത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജംആക്കി നിസ്കരിച്ച ഹദീസ് അദ്ദേഹം കൊണ്ടുവന്നു ഷെയ്ഖ് അൽബാനി. എന്നിട്ട് അദ്ദേഹം ആ ഹദീസിലുള്ള തത്വങ്ങൾ എടുത്ത് പറഞ്ഞു. 1, 2, 3, 4 എണ്ണിട്ട് ഇത് അദ്ദേഹത്തിന്റെ സിൽസിലത്തുൽ ഹദീസ് സ്വഹീഹയിൽ വിശദമായിട്ട് ചർച്ച ചെയ്തിട്ടുണ്ട്. 1-ാം വാള്യത്തിൽ 164-ാമത്തെ ഹദീസിന്റെ വിശദീകരണത്തിൽ ഈ ചർച്ച നമുക്ക് കാണാം. അപ്പൊ ഇങ്ങനെ ഒരാൾ യാത്ര ചെയ്ത് അയാൾ ഉദ്ദേശിച്ച സ്ഥലത്തെത്തി അവിടെ അയാൾക്ക് ജംആക്കാൻ പാടില്ല എന്ന വാദത്തെ ഷെയ്ഖ് അൽബാനി ഖണ്ഡിച്ചു. എന്നിട്ട് ജംആക്കി നിസ്കരിക്കാം എന്നുള്ളതിന്റെ തെളിവുകൾ ഉദ്ധരിച്ചു. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള ആ ഹദീസിൽ തബൂക്ക് യുദ്ധത്തിന്റെ സന്ദർഭത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖൈമ കെട്ടി അവിടെ താമസിക്കുകയാണ്. ആ ഹദീസിൽ വന്നിട്ടുള്ളത് നമ്മൾ പറഞ്ഞു. അദ്ദേഹം ആ ടെന്റിലേക്ക് പ്രവേശിച്ചു, പിന്നെ ഖറജ പുറപ്പെട്ടു, പിന്നെ ടെന്റിലേക്ക് പ്രവേശിച്ചു. അപ്പൊ ഇതൊക്കെ ആ ഹദീസിന്റെ ഓരോ പദപ്രയോഗങ്ങളിലൊക്കെ വിശദമായ ചർച്ചകൾ നടക്കുന്നുണ്ട്. അപ്പൊ അവിടെ ഉറപ്പാണ് നബി താമസിക്കുകയാണെന്നുള്ളത്. യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിലല്ല, അവിടെ നിൽക്കുകയാണ് അവർ. ആ സന്ദർഭത്തിൽ അവിടെ താമസിക്കുകയാണ്. അപ്പൊ ആ ഖൈമയിൽ വെച്ചുണ്ടായ സന്ദർഭമാണ് ആ ഹദീസിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ആ ഹദീസിന്റെ തത്വങ്ങൾ, ആ ഹദീസിന്റെ ഫായിദകൾ ഷെയ്ഖ് അൽബാനി എടുത്ത് ഉദ്ധരിക്കുകയാണ്. 1, 2, 3, 4 അതിൽ 4-ാമത്തെ ഫായിദ. ആ 4-ാമത്തെ ഫായിദയിട്ട് ഷെയ്ഖ് അൽബാനി വിശദീകരിക്കുന്നത് അന്നഹു യജൂസുൽ ജംഉ ഫി ഹാലി നുസൂലിഹി, നുസൂലിന്റെ സന്ദർഭത്തിലും ജംഅ് ജായിസാണ്. കമാ യജൂസു ഇദാ ജദ്ദ ബിഹി അസ്സൈർ, യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ യാത്രയിൽ ജംഅ് ജായിസാകുന്നത് പോലെ തന്നെ നുസൂലിന്റെ അവസ്ഥയിലും, അതായത് ഇറങ്ങി താമസിക്കുക യാത്രക്കിടയിൽ അല്ലെങ്കിൽ ഉദ്ദേശിച്ച സ്ഥലത്തെത്തുക, ആ സന്ദർഭത്തിലും ജംഅ് ചെയ്യുന്നത് ജായിസാണ്. ഇമാം ഷാഫി അദ്ദേഹത്തിന്റെ അൽ-ഉമ്മിൽ പറഞ്ഞിട്ടുണ്ട്. ആ ഹദീസ് ഉദ്ധരിച്ചതിന് ശേഷം ഇമാം ഷാഫിയുടെ ഒരു വാചകം എടുത്ത് ഉദ്ധരിക്കാണ്. ആ ഹദീസിന്റെ ഇതിൽ വന്നിട്ടുള്ളത് വഹാദ വഹുവ നാസിലുൻ ഗൈറു സായിർ ലിഅന്ന ഖൗലഹു, കാരണം ഹദീസിലുള്ള പദപ്രയോഗം ദഖല ഖറജ എന്നൊക്കെയാണ്. ദഖല പറഞ്ഞ പ്രവേശിച്ചു, ഖറജ പറഞ്ഞ പുറപ്പെട്ടു. അവർ ശരിക്കും താമസിക്കാണ് ഖൈമയിൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബികള്. അപ്പോ ആ ഹദീസിന്റെ പദപ്രയോഗത്തിൽ ദഖല പ്രവേശിച്ചു, അവിടെ പ്രവേശിച്ചു ആ ഖൈമയില്. സുമ്മ ഖറജ പിന്നെ പുറപ്പെട്ടു, ആ ഖൈമയിൽ നിന്ന് പുറപ്പെട്ടു. അപ്പൊ ആ വാദത്തിനെ ഗണ്ണിക്കാണ് ചെയ്യുന്നത്. അങ്ങനെ ഒരു നാട്ടിലെത്തി അവിടെ താമസിക്കുന്ന ഒരാൾക്ക് ജംഅ് ചെയ്യാൻ പാടില്ല എന്നുള്ള വാദത്തെ ഷെയ്ഖ് അൽബാനി ഗണ്ണിക്കാണ്. എന്നിട്ട് ഇമാം ഷാഫിന്റെ കൗലെടുത്ത് ഉദ്ധരിക്കുകയാണ്. വിശദമായിട്ടുള്ള ചർച്ചയാണ്. എന്നിട്ട് ഷെയ്ഖ് അൽബാനി ചെയ്യുന്നത് ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹിക്ക് മറുപടി പറയാണ്. അദ്ദേഹത്തെ ഇബ്നുൽ ഖയ്യിമിന്റെ ഒരു ഖണ്ഡനം കൊടുക്കുകയാണ്. അദ്ദേഹം പറയുന്നത് ഫലാ യൽതഫിസ് ബഅദ ഹാദ നസ്സി, വ്യക്തമായ നസ് ഹദീസിൽ വന്നിട്ടുണ്ട്. ഈ നസ്സിന് ശേഷം തിരിഞ്ഞു നോക്കേണ്ടതില്ല. ഇലാ ഖൗലി ഇബ്നുൽ ഖയ്യിം, ഇബ്നുൽ ഖൗലിന്റെ ഖൗലിലേക്ക് നമ്മൾ തിരിഞ്ഞു നോക്കേണ്ടതില്ല. ഫിസാദ് പറഞ്ഞാല് സാദുൽ മആദ് വാള്യം 1 189-ാമത്തെ പേജ് ഷെയ്ഖ് അൽബാനി പറയണം. നെസ് വന്നിട്ടുണ്ട് ഈ വിഷയത്തിൽ. നമ്മൾ തബൂക്ക് യുദ്ധത്തിന്റെ ആ സന്ദർഭത്തിൽ അത് ഹദീസാണ്, നസ്സാണ്. അപ്പൊ ആ നസ് വന്നതുകൊണ്ട് പിന്നീട് ഇബ്നുൽ ഖയ്യിമിന്റെ വാചകത്തിലേക്ക് നമ്മൾ തിരിഞ്ഞു നോക്കേണ്ടതില്ല. എന്താ ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദിയിൽ പെട്ടതല്ല ഇത് എന്നാണ്. വേറെ വിശദമായിട്ടുള്ള ഒരു ചർച്ചയാണ്. അതാണ് ഇബ്നുൽ ഖയ്യിം പറഞ്ഞത്. അപ്പൊ ഇബ്നുൽ ഖയ്യിമിന്റെ ആ ഖൗലിലേക്ക് നമ്മൾ തിരിഞ്ഞു നോക്കേണ്ടതില്ല. എന്നിട്ട് ഷെയ്ഖ് അൽബാനി പറയുന്നത് വഖദ് ഖതറ ബികലാമിഹി, ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ ഈ സംസാരത്തിൽ ബഅദ് ഇഖ്വാനി അസ്സലഫീന ഫി ബഅദിൽ അഖ്താർ, ചില പ്രദേശങ്ങളിലുള്ള നമ്മുടെ സലഫി സഹോദരങ്ങൾ വഞ്ചിതരായി പോയിട്ടുണ്ട്, തെറ്റിദ്ധരിച്ചു പോയിട്ടുണ്ട്. ഫലിദാലിക വജബ തൻബീഹു അലൈഹി, അതുകൊണ്ട് തന്നെ അതിനെ സംബന്ധിച്ച് ഉണർത്തുക, ആ കാര്യം ഓർമ്മിപ്പിക്കുക എന്നുള്ളത് ഈ സന്ദർഭത്തിൽ നിർബന്ധമാണ് എന്ന് പറഞ്ഞിട്ട്
ഇബ്നുൽ ഖയ്യിമിന് അത് സംഭവിക്കാനുള്ള കാരണം ഇതെങ്ങനെ ഈ ഒരു അബദ്ധം അദ്ദേഹത്തിന് സംഭവിച്ചു? കാരണം ഇങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ ഇറങ്ങി താമസിക്കുന്ന ഘട്ടത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജംആക്കി എന്നുള്ളത് പ്രധാനപ്പെട്ട ഹദീസിന്റെ ഗ്രന്ഥങ്ങളിലൊക്കെ വന്നതാണല്ലോ, മുവത്തയിൽ, അതേപോലെ തന്നെ സ്വഹീഹ് മുസ്ലിമിൽ. പിന്നെ എങ്ങനെ ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹിക്ക് ഇത് പിന്നെ മനസ്സിലാകാതെ പോയി? ഇത് മാത്രമല്ല, എന്നിട്ട് ഷെയ്ഖ് അൽബാനി പറയുന്നത് ഇത് മാത്രമല്ല, ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി അലൈഹി ഇത് ജായിസാണെന്ന് പറഞ്ഞിട്ടുമുണ്ട്, നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ. എന്നിട്ട് ഷെയ്ഖ് അൽബാനി ഇത് എടുത്ത് ഉദ്ധരിക്കാൻ, എന്നിട്ട് പറയുന്നത് ഫകൈഫ ഖഫിയ അലൈഹി ദാലിക, ഇബ്നു തൈമിയ്യ പറഞ്ഞതും എങ്ങനെ ഇബ്നുൽ ഖയ്യിമിന് അവ്യക്തമായി, അറിയാതെ പോയി, അജ്ഞാതമായി. വഹുവ അറഫുൻ നാസി ബിഹി വബി അഖ്വാലിഹി, ഷെയ്ഖുൽ ഇസ്ലാമിന്റെ വാക്കുകളെ കുറിച്ച്, അദ്ദേഹത്തിന്റെ പരാമർശങ്ങളെ കുറിച്ച് ജനങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും നന്നായി അറിയുന്ന ആളല്ലേ ഇബ്നുൽ ഖയ്യിം. കാരണം അദ്ദേഹത്തിന്റെ ശിഷ്യനാണല്ലോ ഇബ്നുൽ ഖയ്യിം ഇബ്നു തൈമിയ്യ. അപ്പൊ ഈ കാര്യങ്ങൾ അങ്ങനെ പറഞ്ഞുകൊണ്ട് ഷെയ്ഖ് അൽബാനി അതിനെ ഖണ്ഡിക്കാണ്. എന്നിട്ട് ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യയുടെ നമ്മൾ നേരത്തെ പറഞ്ഞ ആ വാചകങ്ങൾ എടുത്ത് ഉദ്ധരിക്കുകയാണ്. നമ്മൾ നേരത്തെ ആദ്യം വായിച്ചാലോ, അയാള് താമസിക്കുന്ന യാത്രക്കിടയിൽ റെസ്റ്റ് എടുക്കുന്ന അല്ലെങ്കിൽ ഇറങ്ങി താമസിക്കുന്ന ഒരു സന്ദർഭത്തിലാണെങ്കിൽ അത്തരത്തിലുള്ള മശക്കത്ത് അങ്ങനെയുള്ള എന്തെങ്കിലും ഹാജത്തുകൾ നേരിട്ടാൽ അയാൾക്ക് ജംആക്കി നമസ്കരിക്കുന്നതിന് വിരോധമില്ല. ആ സന്ദർഭത്തിൽ അത് ജായിസാണ് എന്ന് പറഞ്ഞ ഷെയ്ഖുൽ ഇസ്ലാമിന്റെ വാചകങ്ങൾ എടുത്തിട്ട് ഷെയ്ഖ് അൽബാനി എടുത്ത് ഉദ്ധരിക്കുകയാണ്. അപ്പൊ അത് വിശദമായിട്ടുള്ള ഒരു ചർച്ച നമുക്കതിൽ കാണാൻ പറ്റും. ഇതേപോലെ തന്നെ ധാരാളം ഫത്വകൾ ആ വിഷയത്തിൽ വന്നിട്ടുണ്ട്. ലജ്നത്ത് ദായിമയോട് ഈ വിഷയത്തിൽ ഒരു ചോദ്യം ചോദിച്ചു. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സംഗതിയാണ്, നമ്മുടെ ജീവിതത്തിൽ വരുന്നൊരു ഘട്ടമാണ്. ചോദ്യം അൽ ഫത്വ റക്കം 4766. അതില് ചോദ്യം ഇതാണ്: അവധി ദിവസങ്ങളിൽ ഞങ്ങള് ഇങ്ങനെ യാത്ര പോകാറുണ്ട്. ആഴ്ചയില് ഖമീസ് വൽ ജുമാ, വ്യാഴം വെള്ളി, അതേപോലെ തന്നെ ബൗത്തിലത്തുർ റബിയ്, ഇങ്ങനെയുള്ള പിന്നെ സമ്മർ വെക്കേഷൻ, അങ്ങനെയുള്ള അവധി ദിവസങ്ങൾ. അതേപോലെ തന്നെ അങ്ങനെ ഞങ്ങൾ യാത്ര പോകും. അതേപോലെ തന്നെ ഞങ്ങളൊരു ടെന്റ് കെട്ടിയിട്ട് അങ്ങനെ ടെന്റ് കെട്ടി അതിൽ താമസിക്കാറുണ്ട്. ഏതാണ്ട് ഞങ്ങളുടെ നാട്ടിൽ നിന്ന് 200 കിലോമീറ്റർ ദൂരത്താണ് ഇങ്ങനെ ഞങ്ങൾ പോകാറുള്ളത്. ഞങ്ങൾ പോകുമ്പോൾ ഞങ്ങൾ വെള്ളം കൂടെ കരുതാറുണ്ട്. ഞങ്ങൾ വുളു എടുക്കും, ഓരോ സമയത്ത് നിസ്കരിക്കും. 4 റക്അത്തുള്ളത് എന്ത് ചെയ്യും, അത് ഞങ്ങൾ ഖസ്റാക്കും. പക്ഷെ ഞങ്ങൾ നിസ്കരിച്ചിരുന്നത് ളുഹ്ർ അസ്ർ ഒരുമിച്ചായിരുന്നു. അതേപോലെ തന്നെ മഗ്രിബ് ഇശാ ഒരുമിച്ചായിരുന്നു. അതൊക്കെ പറഞ്ഞു, അതൊക്കെ ആ ചോദ്യത്തിലുള്ളതാണ്. എന്നിട്ടാണ് പ്രധാനപ്പെട്ട ഒരു വിഷയം, വനഹ്നു മുഖ്തലിഫീന ഫി ഹാദൽ അമലി. എന്നാൽ ഈ വിഷയത്തിൽ ഞങ്ങൾ മുഖ്തലിഫീങ്ങളാണ്, ഞങ്ങൾക്കിടയിൽ അഭിപ്രായറ്റസ് ഉണ്ടായി. ഞങ്ങൾ അഭിപ്രായറ്റസ് ഉള്ളവരാണ്. കാരണം ഇന്ന ഉനാസുൻ യഖൂലൂന, ഞങ്ങളിൽപ്പെട്ട കുറച്ച് ആൾക്കാർ പറഞ്ഞു, സനക്സുർ റുബായിയാത്ത് വനുസല്ലി കുല്ലി സ്വലാത്തിൻ റക്അത്തൈനി ഫി വഖ്തിഹാ വദാലിക അഫ്ളൽ ലിഅന്നനാ മുഖീമൂൻ. എന്താ പറഞ്ഞു, നമുക്ക് ഖസ്റാക്കാം, പക്ഷെ ഓരോ നിസ്കാരവും അതിന്റെ സമയത്ത് തന്നെ നിസ്കരിക്കാം, ഉണ്ടാക്കിയിട്ട് ജംആക്കണ്ട. വദാലിക അഫ്ളൽ, അതാണ് അഫ്ളൽ. ലിഅന്നനാ മുഖീമൂൻ, കാരണം നമ്മളിവിടെ ടെന്റ് കെട്ടി താമസിക്കല്ലേ. അപ്പോ കുറച്ച് ആൾക്കാർ ഇത് പറഞ്ഞു, ഖസ്റാക്കാം, യാത്രയാണല്ലോ, എന്നാൽ ജംആക്കണ്ട, കാരണം നമ്മൾ മുഖീമീങ്ങളാണ്. ഒരു കൂട്ടരിത് പറഞ്ഞു. വല ഹുനാക്ക മശക്ക, അവിടെ നമുക്ക് പ്രയാസമൊന്നുമില്ലല്ലോ എന്നാണ് അവര് പറയുന്നത്. എന്നാൽ വനാസുൻ യഖൂലൂന, അവര് പറയുന്നു നമുക്ക് ഖസ്റാക്കാം, വനജുമ, അതേപോലെ തന്നെ ജംആക്കാം, കാരണം അത് ജായിസാണ് എന്നാണ് അവരുടെ വാദം. അവർ പറയുന്നത് വെള്ളം കൊണ്ടുവന്നിട്ടുണ്ടല്ലോ, അതേപോലെ തന്നെ തണുപ്പുള്ള കാലാവസ്ഥയാണല്ലോ, അപ്പോ എല്ലാ സന്ദർഭത്തിലും വുളു എടുക്കണ്ടല്ലോ, അപ്പൊ അങ്ങനെ നമുക്ക് ഖസ്റും ജംആക്കാം എന്നാണ് അവർ പറയുന്നത്. അപ്പൊ ഈ വിഷയത്തിൽ ഞങ്ങൾ എന്ത് നിലപാടാണ് സ്വീകരിക്കേണ്ടത്? എന്നിട്ട് ചോദ്യകർത്താവ് പറയുന്നുണ്ട്, ഭൂരിഭാഗം ആളുകളും ജമ്മും ഖസ്റും ആക്കി നിസ്കരിക്കുന്ന ആൾക്കാരാണ്. അപ്പോ ഞങ്ങൾ കുറച്ച് ആൾക്കാർ ഔ സല്ല ഇസ്നാനി ഔ സലാസ ഓൽ കസീറൂന എക്സുറൂന വൈജുമാവുൻ, അധികം ആൾക്കാരും ജമ്മും ഖസ്റും നിസ്കരിക്കുന്ന ആളുകളാണ്. അപ്പൊ ഇതിൽ എന്താണ് ഒരു വ്യക്തമായ നിലപാട് എന്താണ്? അപ്പൊ അവരിങ്ങനെ അവധി ദിവസങ്ങൾ ചെലവഴിക്കാൻ വേണ്ടി പോകുന്ന സന്ദർഭമാണ് ഇത് വിശദീകരിക്കുന്നത്. അപ്പൊ അത്തരത്തിലുള്ള സന്ദർഭങ്ങളൊക്കെ ഒരുപാട് നമ്മുടെ ഇതിൽ വരും. അപ്പൊ ഇങ്ങനെ രണ്ട് അഭിപ്രായമാണ് ഞങ്ങൾക്കിടയിലുണ്ടായത്. ഒരു കൂട്ടർ പറഞ്ഞു ജമ്മു ആക്കാം, ഖസ്റു ആക്കാം, കാരണം നമ്മൾ യാത്രയിലാണ്, നമുക്കത് അനുവദിയാണ്. എന്നാൽ മറ്റൊരു വിഭാഗം പറഞ്ഞു നമുക്ക് ഖസ്റാക്കാം, യാത്രയാണ്, ജമ്മ ആക്കണ്ട, കാരണം വുളു എടുക്കാനുള്ള വെള്ളമുണ്ട്,
മാത്രമല്ല നമ്മൾ മുക്കീമിങ്ങളാണ്, യാത്ര നടത്തിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയല്ലല്ലോ. മുക്കീമിങ്ങളാണ്, ഇവിടെ നമ്മൾ ഇറങ്ങി താമസിച്ചുകൊണ്ടിരിക്കുന്ന സന്ദർഭമാണ്. വേറെ നമുക്ക് പ്രയാസമൊന്നുമില്ല, വേറെ എന്താ പ്രയാസമൊന്നുമില്ല. അപ്പൊ നമുക്ക് നമസ്കാരം കസറാക്കാം, ജം ആക്കണ്ട. അപ്പൊ ഇതാണ് ലജ്നത്ത് ദായിമയുടെ ചോദ്യം. അപ്പൊ അതിനവര് കൊടുത്ത മറുപടി, ആദ്യം എത്ര ദിവസമാകാന്നുള്ളത് പറഞ്ഞു. ഇതാ അഖംതും ഫീ റിഹ്ലത്തിൻ മിൻ റിഹ്ലാത്തിക്കും ഹാദിഹി ബി മക്കാനിൻ അക്സറ മിൻ 4 അയ്യാം ബി നിയ്യത്തിൽ ഇഖാമ. 4 ദിവസമാണ് നിങ്ങൾ എങ്ങനെ താമസിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഈ യാത്രയിൽ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് 4 ദിവസമാണെങ്കിൽ എന്ത് ചെയ്യാം? നിങ്ങൾക്ക് ഇങ്ങനെ ഇത് അനുവദനീയമാണ്. വജബ അലൈക്കും ഇത്മാം സ്വലാത്തി വദായി കുലി സ്വലാത്തിൻ ഫീ വക്തിഹ. അപ്പൊ 4 ദിവസത്തിൽ കൂടുതലാണ് നിങ്ങൾ, രണ്ടും പറഞ്ഞു. ഒന്ന്, അപ്പൊ ഇവിടെ ദിവസത്തിന്റെ കണക്ക് കൂടി ഇവിടെ വരുന്നുണ്ട്, അതുകൂടി നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, അത് നമ്മള് വേറെ വിഷയത്തിന്റെ വരുന്നുണ്ട്. ഇങ്ങനെ നമ്മൾ യാത്ര ചെയ്തു, നമ്മൾ ഉദ്ദേശിച്ച സ്ഥലത്തെത്തി, എത്ര ദിവസം വരെ നമുക്ക് ജം ആക്കാന്നുള്ളതാണ്. അതിലാരും പറഞ്ഞത് പല അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട അഭിപ്രായം 4 ദിവസമാണ്. 4 ദിവസം ജം ആക്കാം, കസറാക്കാം. കസറിൻ്റെത് അതിന്റെ ദൂരം, കാര്യങ്ങള്, അതിന്റെ തെളിവുകളൊക്കെ വേറെ നമ്മൾ പറയുന്നുണ്ട്. അപ്പൊ ഇതിൽ പറഞ്ഞു, ഇത് അഖംതും, നിങ്ങൾ താമസിക്കുകയാണെങ്കിൽ ഫീ റിഹ്ലത്തിൻ മിൻ റിഹ്ലാത്തിക്കും ഹാദി ബി മക്കാനിൻ, നിങ്ങളെ ഇതുപോലുള്ള യാത്രകളിൽപ്പെട്ട ഏതെങ്കിലും ഒരു യാത്രയിൽ ഇങ്ങനെയുള്ള സ്ഥലത്ത് അക്സറ മിൻ 4 അയ്യാമിൻ, 4 ദിവസത്തേക്കാൾ കൂടുതൽ ബി നിയ്യത്തിൽ ഇഖാമ, താമസിക്കണമെന്ന ഉദ്ദേശത്തോട് കൂടിയിട്ടാണ് നിങ്ങൾ യാത്ര ചെയ്യുന്നതെങ്കിൽ വജബ അലൈക്കും ഇത്മാമു സ്വലാത്തി വദായി കുലി സ്വലാത്തിൻ ഫി വക്തിഹ, നമസ്കാരം പൂർത്തീകരിച്ച് നിർവഹിക്കുക എന്നുള്ള നിർബന്ധമാണ്. അതിന്റേതായ സമയത്ത് തന്നെ ഓരോ നമസ്കാരവും നിർവഹിക്കുക എന്നുള്ളത് നിർബന്ധമാണ്, 4 ദിവസത്തിൽ കൂടുതലാണെങ്കിൽ. എന്നാൽ ഒരാള് വേറൊരു ഉദ്ദേശത്തിന് വേണ്ടി പോയി, അല്ല കുറച്ച് പൈസ ഇട്ടുണ്ടായിരുന്നു, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആവശ്യം ഉണ്ടായിരുന്നു, 4 ദിവസത്തിൽ കൂടുതലായി. ആവശ്യം നടന്ന ആൾ ഏത് സമയത്തും തിരിച്ചു പോരും, അത് വേറെ വരുന്നുണ്ട്. വേറെ ഓരോന്നും അങ്ങനെ തന്നെ മനസ്സിലാക്കണം. നമ്മൾ പറഞ്ഞ ഓരോ കാര്യങ്ങളും വളരെ പ്രധാനപ്പെട്ടതാണ്, അത് വേറെയാണ്. അയാള് അങ്ങനെ ഒരു ആവശ്യവുമായിട്ട് ചെന്ന ആളാണ്. ഏത് സന്ദർഭത്തിൽ അത് നടക്കുന്നോ ആ സന്ദർഭത്തിൽ അയാൾ തിരിച്ചു പോരും, അയാൾക്ക് ഹുക്കുമ് മാറും. ഇതല്ല, ഇതിങ്ങനെ ഈ രൂപത്തിലുള്ള യാത്രയാണ്. അപ്പൊ ഞാന് സൗദി പോവാണ്, എന്റെ ബന്ധുക്കാരുണ്ട്, ഞാനൊരാഴ്ച അവിടെ താമസിക്കാണ്, പറ്റൂല. 4 ദിവസം. അപ്പൊ ലജ്നത്ത് ദായിമയുടെ ഫത്വ, 4 ദിവസത്തിൽ കൂടുതലാണെങ്കിൽ നമസ്കാരം പൂർത്തിയാക്കി നിസ്കരിക്കണം, കസറാക്കാനും പാടില്ല. ഓരോ സമയത്തും അതിന്റേതായ സമയത്ത് തന്നെ നിസ്കരിക്കണം, ജമ്മും കസറും പാടില്ല. എന്നാൽ വൈൻ അഖംതും ബി മക്കാനിൻ ഫീ റിഹ്ലാത്തിക്കും അഖല്ലു മിൻ തിൽക്കൽ മുദ്ദത്തി, എന്നാൽ 4 ദിവസത്തേക്കാൾ കുറവാണ്, ആ നിയ്യത്തിലാണ്, ഇങ്ങനെയാണ് നിങ്ങളുടെ യാത്രയെങ്കിൽ ഫക്സുറു അർറുബാഇയ്യ, 4 റക്അത്തുള്ളത് നിങ്ങൾക്ക് കസറാക്കാം. വസല്ലു കുല്ലി സ്വലാത്തിൻ ഫീ വക്തിഹ, ഓരോ നമസ്കാരവും അതിന്റെ സമയത്ത് നിങ്ങൾക്ക് നിർവഹിക്കാം. ആ വിജ്മഉ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ജംആക്കാം ബൈനൽ ളുഹ്രി വൽ അസ്രി ഫീ വക്തി ഹിദാഹിമ, രണ്ടിലേതെങ്കിലും ഒരു സമയത്ത് നിങ്ങൾക്ക് ജംആക്കുകയും ചെയ്യാം. വബൈനൽ മഗ്രിബി വൽ ഇശാഇ ഫീ വക്തി ഹിദാഹിമ, അതേപോലെ തന്നെ മഗ്രിബ് ഇശാവും രണ്ടിലേതെങ്കിലും ഒരു സമയത്ത് നിങ്ങൾക്ക് ജംആക്കാം. വൽ അംറു ഫീ ഹാദാ വാസിഉൻ, ഈ വിഷയത്തിലുള്ള വന്നിട്ടുള്ള വിധികൾ അത് വിശാലമായ, അത് നമുക്ക് വിശാലത ഉണ്ട്. അപ്പൊ രണ്ടും പറഞ്ഞു, 4 ദിവസത്തിൽ 1, 2, 3, 4. 4 ദിവസം എനിക്ക് എന്ത് ചെയ്യാം? ഞാൻ ജിദ്ദയിൽ പോകുകയാണെങ്കിൽ അവിടെ വെച്ചിട്ട് ജം ആക്കാം, കസറാക്കാം. എന്നിട്ട് പറഞ്ഞു, ഞാനവിടെ താമസിക്കുന്ന അവസ്ഥയാണ് കേട്ടോ. വലാക്കിന്നൽ അഫ്ളൽ, ഇതാണ് നമ്മൾ നേരത്തെ പറഞ്ഞത്. പക്ഷെ അവിടെ അഫ്ളൽ അദാഉ കുല്ലി സ്വലാത്തിൻ ഫീ വക്തിഹാ ഫീ ഹാദിഹിൽ ഹാല, ഇങ്ങനെയുള്ള ഒരു സന്ദർഭത്തിൽ ഓരോ നമസ്കാരവും അതിൻ്റെതായ സമയത്ത് നിർവഹിക്കലാണ് അഫ്ളൽ. അതാണ് ഇപ്പൊ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പൊ ഇതുവരെ അവധി ദിവസങ്ങളിലുള്ള യാത്രയാണ്, അവർ ടെന്റ് കെട്ടിയിട്ട് താമസിക്കുകയാണ്. അപ്പൊ ഈ സന്ദർഭത്തിൽ
അവർക്കിടയിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടായി. ലജിനോട് ചോദിച്ചു. ആ ചോദ്യത്തിന് അവർ ഉത്തരം കൊടുത്തതാണ് ജായിസാണ്, അവർക്ക് ജംആക്കാം ഖസറാക്കാം 4 ദിവസം വരെ. അതിൽ കൂടുതൽ അനുവദിച്ചിട്ടില്ല ജംഉം ഖസറും. ഇനി എന്തെങ്കിലും ഒരു ആവശ്യവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണെങ്കിൽ അത് വേറെ വരുന്നുണ്ട്, അതിന്റെ ഹുക്കുമ് വേറെ, അത് നമ്മൾ വിശദീകരിക്കുന്നുണ്ട്. എന്നാൽ അഫ്ളൽ എന്താണ്? അവരെ സംബന്ധിച്ചിടത്തോളം ഓരോ നമസ്കാരവും അതിൻ്റെതായ സമയത്ത് നിർവഹിക്കണം, ജംആക്കാതെ. ഖസറാക്കാം, കാരണം യാത്രയാണ്, ഇതിന് വിരോധമല്ല. അപ്പൊ ഇതാണ് ലജ്നത്ത് ദായിമ വിഷയത്തിൽ കൊടുത്തിട്ടുള്ള മറുപടി. അപ്പൊ ഇതില് ഏതാണ്ട് പണ്ഡിതന്മാരൊക്കെ ഈ വിഷയത്തിൽ ഇതാണ് പറഞ്ഞിട്ടുള്ളത്, അത് ജായിസാണ്. എന്നാൽ അഫ്ളല് ഓരോ നമസ്കാരവും അതിൻ്റെതായ സമയത്ത് നിർവഹിക്കലാണ് എന്നുള്ളതാണ്. ഷെയ്ഖ് ഇബ്നു ബാസ് റഹ്മത്തുള്ളാഹി അലൈഹിയോട് ഇതേപോലത്തെ ഒരു ചോദ്യം ചോദിച്ചു. അതിന് അദ്ദേഹം കൊടുത്ത മറുപടിയിൽ വന്നിട്ടുള്ളത്, അങ്ങനെയുള്ള യാത്രയുടെ സന്ദർഭത്തിൽ നിങ്ങൾക്ക് ജംആക്കി നിസ്കരിക്കാം, ളുഹുർ റക്അത്തൈനി വൽ അസ്ർ റക്അത്തൈനി വൽ ഇശാ റക്അത്തൈനി നിങ്ങൾക്ക് ഖസറാക്കി നിസ്കരിക്കാം. വലാ മാനിഅ മിനൽ ജംഇ ബൈനൽ ളുഹ്രി വൽ അശ്രി. അതേപോലെ തന്നെ ളുഹറും അസ്റും ജംആക്കി നിസ്കരിക്കുന്നതിന് ഒരു തടസ്സമല്ല. വബൈനൽ മഗ്രിബി വൽ ഇശാഇ, അതേപോലെ തന്നെ ഇശാവും മഗ്രിബും ജംആക്കി നിസ്കരിക്കുന്നതിന് നിങ്ങൾക്ക് തടസ്സമല്ല. വതർക്കുഹു, അത് ഉപേക്ഷിക്കലാണ്, ഐ അൽ ജം, ഏത് ആ ജം ഉപേക്ഷിക്കലാണ് അഫ്ളൽ, ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ളത്. ഇതാക്കാലൻ മുസാഫിർ മുഖീമൻ മുസ്തരീഹൻ, എപ്പോ ആ യാത്രക്കാരൻ മുഖീമാണ് മുസ്തരീഹാണെങ്കിൽ. നേരത്തെ ഷെയ്ഖ് ഉസൈമീന്റെ പറഞ്ഞു യാത്രയുടെ അവസ്ഥ വേറെ, യാത്രക്കാരന് ജംആക്കാം ഖസറാക്കാം. അതായത് മശക്കത്തുണ്ടെങ്കിൽ അയാൾക്കത് മുസ്തഹബാണ് എന്നുള്ളത് ഷെയ്ഖ് ഉസൈമീന്റെ നമ്മൾ ഉദ്ധരിച്ചു, പണ്ഡിതന്മാർ പറഞ്ഞു ഉദ്ധരിച്ചു. ഇത് യാത്രയെ കുറിച്ചല്ല ഇപ്പം നമ്മൾ പറഞ്ഞു. യാത്ര ചെയ്ത് ഒരു സ്ഥലത്ത് താമസിക്കുകയാണ്, അല്ലെങ്കിൽ യാത്രക്കിടയിൽ കുറച്ച് സമയം അല്ലെങ്കിൽ കുറച്ച് ദിവസം റെസ്റ്റ് എടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സന്ദർഭത്തെ കുറിച്ചാണ് ഈ പറയുന്നത് മൊത്തം. അപ്പൊ അത് ജായിസാണ്. ഏതുപോലെ? ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ പറഞ്ഞതുപോലെ. അതിന്റെ ഹദീസ് നമ്മൾ പറഞ്ഞു. അങ്ങനെയുള്ള എന്തെങ്കിലും ഹാജത്ത്, എന്തെങ്കിലും മശക്കത്ത്, പ്രയാസം, അത്തരത്തിലുള്ള എന്തെങ്കിലും ഒരു ആവശ്യങ്ങൾ നേരിട്ടാൽ അങ്ങനെ താമസിക്കുന്ന സന്ദർഭത്തിലും അയാൾക്ക് ജംആക്കാം, ഹറാമല്ല, അത് വിരോധിക്കപ്പെട്ട സംഗതിയല്ല. എന്നാൽ അഫ്ളൽ, ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ളത് എന്താണ്? ഷെയ്ഖ് ഇബ്നു ബാസിന്റെ ഫത്വയിലുള്ളത് വതർക്കുഹു അൽ ജം, ആ ജം ഉപേക്ഷിക്കലാവുന്ന അഫ്ളൽ, ഏറ്റവും ശ്രേഷ്ഠം. ഇതാക്കാലൽ മുസാഫിറു, ആ മുസാഫിർ ആണെങ്കിൽ മുഖീമൻ മുസ്തരിഹൻ, അയാള് അവിടെ താമസിക്കാൻ മുസ്തരിഹാണ്, അയാൾക്ക് പ്രയാസമൊന്നുമില്ല, വിഷമൊന്നുമില്ല, അങ്ങനത്തെ ബുദ്ധിമുട്ടൊന്നുമില്ല. അപ്പൊ അയാൾക്ക് നല്ലത് ഓരോ നമസ്കാരവും അതിൻ്റെതായ സമയത്ത് നിർവഹിക്കലാണ്. ലിഅന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം ഫി ഹജ്ജത്തുൽ വദാഇ കാന മുദ്ദത്തു ഇഖാമത്തി ഫി മിന യക്സുറു സ്വലാത്ത വലാ യജ്മഉ. നമ്മൾ നേരത്തെ പറഞ്ഞത് ഏത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹജ്ജത്തുൽ വദാഇന്റെ സന്ദർഭത്തിൽ മിനയിൽ വെച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കാരം ഖസറാക്കി, പക്ഷെ ജംആക്കിയില്ല. വഇന്നമാ ജമഅ ഫി അറഫ മുസ്ദലിഫ, നമ്മൾ പറഞ്ഞു അറഫയിലും മുസ്ദലിഫയിലും ജംആക്കി. എന്തുകൊണ്ട്? ലിദാഇ അൽ ഹാജത്ത് ഇലാ ദാലിക, അവിടെ അത് ജംആക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു ആവശ്യം വന്നു, അറഫയിൽ വെച്ചിട്ട് മുസ്ദലിഫയിൽ വെച്ചിട്ട്, ളുഹറും അസ്റും അറഫയിൽ വെച്ചിട്ട്, മഗ്രിബും ഇശാവും മുസ്ദലിഫയിൽ വെച്ചിട്ട് അവിടെ ജംആക്കി. അവിടെ അതിന്റെ ഒരു ആവശ്യം നേരിട്ടു. എന്നിട്ട് വമത്ത അസമ അൽ മുസാഫിറു, മുസാഫിർ എപ്പോ തീരുമാനമെടുക്കുന്നു? അലൽ ഇഖാമത്തി ഫി മക്കാനിൻ അക്സറ മിൻ 4 അയ്യാമിൻ, 4 ദിവസത്തേക്കാൾ കൂടുതൽ താമസിക്കാനുള്ള തീരുമാനപ്പെടുക്കുന്നു. അതാണ് അവന്റെ ഉദ്ദേശമെങ്കിൽ, അതാണ് അവന്റെ നിയ്യത്തെങ്കിൽ, ഫൽ വാജിബു അലൈഹി അല്ലാ യക്സുർ, അവൻ ഖസറാക്കാൻ പാടില്ല, അവന് ജംആക്കാൻ പാടില്ല. ഇത് യാത്രന്റെ വേറെ ജംഇനെ സംബന്ധിച്ചിടത്തോളം വേറെ കാരണങ്ങൾ വരികയാണെങ്കിൽ ജംആക്കാം, അത് നമ്മൾ പറഞ്ഞിട്ടുണ്ട്, അതിൻ്റെതായ കാരണങ്ങൾ വേറെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇതാണ് ഷെയ്ഖ് ഇബ്നു ബാസ് റഹ്മത്തുള്ളാഹി അലൈഹി ഈ വിഷയത്തിൽ പറഞ്ഞിട്ടുള്ള ഫത്വ. ഇനി ദിവസത്തെ സംബന്ധിച്ച് നമ്മൾ പറഞ്ഞു 4 ദിവസം എന്നുള്ളത്. എന്നാൽ എന്തെങ്കിലും ഒരു ആവശ്യവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് അയാൾ ആ നാട്ടിലേക്ക് ചെന്നതെങ്കിൽ സർട്ടിഫിക്കറ്റ് വാങ്ങണം, അല്ലെങ്കിൽ എന്തെങ്കിലും കമ്പനിൻ്റെത് ശരിയാക്കണം,
അവ 2 ദിവസം വിചാരിച്ചു പോയി, 3 ദിവസമായി, 4 ദിവസമായി, 5 ദിവസമായി. അങ്ങനെയുള്ള ഘട്ടത്തിൽ വിധി വേറെയാണ്. അയാളെ സംബന്ധിച്ചിടത്തോളം അയാള് മുസാഫിർ തന്നെയാണ്. ആ പരിധിയിലാണ് അയാൾ വരിക. അയാൾക്ക് ജമ്മും ഖസ്റുമാക്കാം. അതല്ലാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം 4 ദിവസമാണ് പറഞ്ഞത്. ലജ്നത്ത് ദായിമയോട് ഈ വിഷയത്തിൽ ഒരു ചോദ്യം ചോദിച്ചത്, മാ ഹുവൽ അഫ്ളലു ലനാ ഇൻദ ബഖായിനാ ഫിൽ ബലദിൽ ലദീ സാഫർനാ ഇലൈഹി. എന്താണ് ഏറ്റവും അഫ്ളലായിട്ടുള്ള കാര്യം? ഞങ്ങൾ നാട്ടിലേക്ക് യാത്ര പോവാണ്, ആ നാട്ടിൽ താമസിക്കാണ്. അനുസല്ലിയ സ്വലാത്ത ഫീ വക്തിഹ, ഓരോ നിസ്കാരവും അതിൻ്റെതായ സമയത്ത് നിസ്കരിക്കണോ? അം നജ്മ അല്ലുഹറ മഅൽ അസ്രി വൽ മഗ്രിബ മഅൽ ഇശായി, അതല്ലെങ്കിൽ ളുഹുർ അസ്ർ മഗ്രിബ് ഇശാവും ഞങ്ങൾ ജമ്മാക്കി നിസ്കരിക്കണോ? അതല്ല ഓരോന്നും അതിൻ്റെതായ സമയത്ത് നിസ്കരിക്കാൻ പറ്റുമോ? ഇതാണ് ലജ്നയോടുള്ള ചോദ്യം. അതിന് ലജ്ന കൊടുക്കുന്ന മറുപടി, ഇലാ സാഫർത്തും ഇലാ ബലദിൻ, നിങ്ങളൊരു നാട്ടിലേക്ക് യാത്ര പോവുകയാണ്. വനവൈത്തും, നിങ്ങളുടെ ഉദ്ദേശം വലി ഖാമത്ത് ബി അക്സറ മിൻ 4 അയ്യാമിൻ, 4 ദിവസത്തേക്കാൾ കൂടുതൽ താമസിക്കാനാണ് നിങ്ങളുടെ ഉദ്ദേശമെങ്കിൽ ഫല യജൂസുലക്കും അൽ ജംഉ വൽ ഖസ്ർ, നിങ്ങൾക്ക് ജമ്മും ഖസ്റും അനുവദനീയമല്ല. അതൊക്കെ 4 ദിവസത്തിന്റെ കണക്കാണ്. അതിൽ വേറെ 2, പിന്നെ 4, 15, അങ്ങനെ ഒരുപാട്. ഇത് ഈ വിഷയത്തിൽ മാത്രം ബാധകമാണ്, മറ്റത് വേറെ ഹുക്കുമാണ്. അവിടെ ലജ്ന ഷെയ്ഖ് ബിൻവാസ് പറഞ്ഞത് അങ്ങനെ തന്നെയാണ്, 4 ദിവസം. ലജ്നന്റെ ഫത്വയിലും അങ്ങനെ തന്നെയാണ്. ഏതാണ്ട് ആൾക്കാരൊക്കെ അതിനെ പറഞ്ഞിട്ടുള്ളൂ. അവർ പറയുന്നത് ഇങ്ങനെ 4 ദിവസത്തേക്കാൾ കൂടുതലാണെങ്കിൽ ജമ്മും ഖസ്റും അനുവദനീയമല്ല. വഗൈരിഹിമാ മിൻ റുഖ്സി സഫർ, ഇതല്ലാത്ത യാത്രയുടെ ഒരു റുഖ്സയും അയാൾക്ക് കിട്ടൂല, അയാൾക്ക് ജായിസല്ല. ലിഅന്നകും ഫി ഹുക്മിൽ മുഖീമീൻ, അവിടെ നിങ്ങളുടെ വിധി മാറി. നിങ്ങൾ മുസാഫിരീങ്ങളല്ല, നിങ്ങൾ ആരാണ്? മുഖീമീങ്ങളാണ്. അവിടെ വിധി മാറി. അപ്പൊ യാത്രയുടെ ഒരു ആനുകൂല്യവും, നോമ്പ്, ഖസ്ർ, ജംഅ്, ഇങ്ങനെയുള്ള ആനുകൂല്യങ്ങളൊന്നും കിട്ടും. കാരണം നിങ്ങൾ മുഖീമിങ്ങളുടെ ഹുക്കുമാണ് നിങ്ങൾക്ക്. എന്നാൽ അമ്മ ഇതാൻ അവൈത്തും ഇഖാമത്തു 4 അയ്യാമിന വഖല്ല, എന്നാൽ 4 ദിവസം അല്ലെങ്കിൽ അതിൽ കുറവ്, അതാണ് നിങ്ങളുടെ പ്ലാനെങ്കിൽ ഫയജൂസു ലക്കും അൻ തജ്മഉ ളുഹ്റ മഅൽ അസ്രി വൽ മഗ്രിബ മഅൽ ഇശാഇ, അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ളുഹ്ർ അസ്ർ മഗ്രിബ് ഇശാ നിങ്ങൾക്ക് ജമ്മാക്കി നിസ്കരിക്കാം. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് അത് സ്ഥിരപ്പെട്ട് വന്നിട്ടുണ്ട്. ബുഖാരി സ്വഹീഹൈനിൽ വന്നിട്ടുണ്ട്. അബൂ ജുഫൈൽ എന്നുള്ള ഹദീസ്, അൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസ് ലജ്ന ഉദ്ധരിക്കാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജംആക്കി ജംഅൽ ളുഹ്റ വൽ അസ്റ വഹുവ നാസിലുൻ ഫിൽ അബ്തഹി, അബ്തഹിൽ ഇറങ്ങി താമസിക്കുന്ന സന്ദർഭത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ളുഹ്റും അസ്റും ജംആക്കി നിസ്കരിച്ചു. ഫി ഹജ്ജത്തുൽ വദാഇ, ഹജ്ജത്തുൽ വദാഇന്റെ സന്ദർഭത്തിൽ അബ്തഹ്. എന്നിട്ട് ലജ്ന കൊടുക്കുന്ന മറുപടി, ലാകിന്നൽ അഫ്ളൽ ലിൽ മുസാഫിരി, പക്ഷെ മുസാഫിറിന് അഫ്ളല് ഇദാ നവ ഇഖാമത്തു 4 അയ്യാമിൻ ഫഅഖൽ, 4 ദിവസത്തിൽ കുറവാകട്ടെ അല്ലെങ്കിൽ 4 ദിവസം ആകട്ടെ, അതിൽ മുസാഫിറിന് അഫ്ളൽ, അയാളുടെ ഉദ്ദേശം 4 ദിവസമുള്ളൂ, അല്ലെങ്കിൽ അതിൽ കുറവ് 2, 1, 2, 3, 4 ദിവസം. വക്കാന നാസിലൻ, അയാളുടെ താമസിക്കുന്ന ഘട്ടമാണ്, അല്ലെങ്കിൽ യാത്രക്കിടയിൽ റെസ്റ്റ് എടുക്കുന്ന ഘട്ടമാണ്. 1, 2, 3, 4 ആകട്ടെ, അല്ലെങ്കിൽ അതിനേക്കാൾ കുറവാകട്ടെ, അവന്റെ അവസ്ഥ അതാണ്. അവൻ നാസിലാണ്, ഇറങ്ങി താമസിക്കാണ്, അവിടെ താമസിക്കാണ്. ആ യാത്രക്കാരനെ സംബന്ധിച്ചിടത്തോളം അഫ്ളൽ ആ യുസല്ലിയ, നമസ്കരിക്കലാണ്, കുല്ലി സ്വലാത്തിൻ ഫീ വക്തിഹ, ഓരോ നമസ്കാരവും അതിൻ്റെതായ സമയത്ത് നിസ്കരിക്കലാണ്, ഖസ്റൻ, ഖസ്റാക്കിയിട്ട് നിസ്കരിക്കലാണ്, ബിലാ ജംഅൻ, ജംആക്കാതെ നിസ്കരിക്കലാണ് അഫ്ളൽ. ഇതാണ് ഈ വിഷയത്തിൽ ലജ്നത്ത് ദായിമ കൊടുത്തിട്ടുള്ള ഫത്വ. കാരണം ലിഅന്ന ദാലിക ഹുവ ഗാലിബു ഫീലി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അധികവും ചെയ്തിരുന്നത് ഇതായിരുന്നു, ഈ രൂപത്തിലായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അധികവും ചെയ്തിരുന്നത്. ഫഖദ് അഖാമ ഫീ മിന, നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ, മിനയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം താമസിച്ചു. ഫി ഹജ്ജത്തുൽ വദാഇ, ഹജ്ജത്തുൽ വദാഇന്റെ സന്ദർഭത്തിൽ യൗമുൽ ഈദ് വൽ യൗമുൽ ഹാദി അശർ വൽ യൗമുൽ സാനി അശർ മിൻ അയ്യാമി തശ്രീഖ്, അയ്യാമു തശ്രീഖിന്റെ ആ ദിവസങ്ങളിൽ യുസല്ലി, നബി നിസ്കരിച്ചത് എങ്ങനെയായിരുന്നു? കുല്ലി സ്വലാത്തിൻ ഫീ വക്തിഹ, ഓരോ നമസ്കാരവും ആ നമസ്കാരത്തിന്റെ സമയത്ത് നിസ്കരിക്കലായിരുന്നു. അപ്പൊ ഇവിടെ ഖുർആൻ കൊണ്ടും ഹദീസ് കൊണ്ടും പ്രമാണങ്ങൾ കൊണ്ടും സ്ഥിരപ്പെട്ട കാര്യമാണ് നിസ്കാരത്തിന് ഒരു സമയമുണ്ട് എന്നുള്ളത്. സ്വലാത്ത കാനത്ത് അൽ മുഅ്മിനീന കിതാബൻ മൗഖൂത, സമയ നിശ്ചയിക്കപ്പെട്ട ആരാധന ഇബാദത്താണ് നിസ്കാരത്തിൽ. അപ്പൊ അതാണ് ഇതിന്റെ അസല്. അപ്പൊ അസലിന് പുറത്തു പോകുമ്പോൾ ശ്രദ്ധിക്കണം.
അതുകൊണ്ടാണ് ഷെയ്ഖ് ഉസൈമിന്റെ നമ്മൾ നേരത്തെ പറഞ്ഞത് ചില സന്ദർഭങ്ങളിൽ ജംബ് ചിലപ്പോൾ ഹറാം വരെ ആകും, ചിലപ്പോൾ ജായിസാവും, ചിലപ്പോൾ മുസ്തഹബാവും, ചിലപ്പോൾ അഫ്ദൽ ജമ്മ ആക്കാതിരിക്കലായിരിക്കും, ചിലപ്പോൾ അഫ്ദൽ ജമ്മ ആക്കലായിരിക്കും. അപ്പൊ ഇതാണ് ഈ വിഷയത്തിൽ ഇവർ നൽകിയിട്ടുള്ള ഫത്വ, ലജ്ന നൽകിയിട്ടുള്ള ഫത്വ. ഇനി നമ്മൾ നേരത്തെ ഇതിന്റെ മറ്റൊരു വശമാണ്, നേരത്തെ പറഞ്ഞു എന്തെങ്കിലും ഒരു ആവശ്യത്തിന് വേണ്ടി ചെല്ലുക. അപ്പൊ ആ വിഷയത്തിൽ പണ്ഡിതന്മാര് പറഞ്ഞിട്ടുള്ളത് അങ്ങനെ ഒരു ആവശ്യം ഉണ്ടെങ്കിൽ ആ ആവശ്യം എന്താണോ അത് നേടുന്നത് വരെ അയാൾക്ക് ഈ ആനുകൂല്യം ഉപയോഗപ്പെടുത്താം എന്നുള്ളതാണ്. അതിന് വിരോധമല്ല എന്നുള്ളത് പണ്ഡിതന്മാരെല്ലാവരും പറഞ്ഞിട്ടുണ്ട്. അതിൽ ഒന്ന് രണ്ട് ഫത്വകള്. ഒന്ന്, ലജ്നത്ത് ദായിമ ഉള്ള ഒരു ഫത്വ, ഒരു ചോദ്യമാണ്. ഹലിൽ ഖുറൂജ് ഫി ദൗരിയാത്തിൻ ബഹരിയ മസാഫത്തുൻ മഹദൂദ ലിജവാസിൽ ഇഫ്താരി ഫി റമളാൻ വജംഇ സ്വലവാത്തി വഖസ്രിഹാ അമത ഖറജു ജാസ ലഹും അൽ ജംഉ വൽ ഖസ്റു വൽ ഇഫ്താർ. ഇങ്ങനെ ദീർഘമായ ഒരു ചോദ്യമാണ്. അപ്പൊ അവരതിന് മറുപടി കൊടുക്കാണ്. അതിന്റെ കിലോമീറ്ററിന്റെ കണക്ക്, ആ യാത്ര ശർഈയായ യാത്രയാണെങ്കിൽ ആ യാത്രയിൽ പറഞ്ഞിട്ടുള്ള യാത്രയാണെങ്കിൽ അവർക്ക് ആ ഇളവുകൾ അനുവദനീയമാണ്. ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു. ജമ്മു കസ്റു അനുവദനീയമാണ്, നോമ്പ് മുറിക്കൽ അനുവദനീയമാണ്. എന്നിട്ട് പറഞ്ഞു വഹാദൽ മുസാഫിർ, യാത്രക്കാരൻ. അത് കടലിലൂടെയുള്ള കാര്യത്തെക്കുറിച്ച് പറയുന്നു. കടലിലൂടെ അയാൾ യാത്ര ചെയ്യുന്ന വിഷയത്തെക്കുറിച്ച് ചോദ്യം വന്നിട്ടുള്ളത്. ഇദാനവാൽ ഇഖാമത്ത് ബിബലദിൻ അക്സറമിൻ അർബാത്തി അയ്യാമി, നേരത്തെ പറഞ്ഞത് 4 ദിവസത്തിൽ കൂടുതലാണെങ്കിൽ ഈ യാത്രയുടെ റുഖ്സകളൊന്നും അയാൾക്ക് കിട്ടൂല. എന്നാൽ 4 ദിവസത്തിൽ കുറവാണെങ്കിൽ വൈദാനവാൽ ഇഖാം അർബത്തു അയ്യാമിൻ ഫമാദൂനഹ ഫൈന യതറഖസു ബിറസി സഫർ, 4 ദിവസത്തിൽ കുറവാണെങ്കിൽ യാത്രയുടെ ഇളവുകൾ അയാൾക്ക് കിട്ടും. എന്നിട്ട് വൽ മുസാഫിർ, യാത്രക്കാരൻ അല്ലദീ യുഖീമു ബിബലദിൻ, അയാള് യാത്രക്കാരനാണ്, അയാളെ നാട്ടിൽ താമസിക്കുന്നു. വലാകിന്നഹു ലാ യദ്രി, പക്ഷെ അയാൾക്ക് അറിയില്ല. മതാ തൻഖളി ഹാജത്തുഹു, അയാൾ വന്നൊരാവശ്യമുണ്ട്, ആവശ്യം ഇപ്പൊ തീരുന്നുള്ളത് അയാൾക്കറിയില്ല. വലം യുഹദ്ദിദ് സമനൻ മുഅയ്യനൻ ലിൽ ഇഖാമ, അയാൾക്ക് ഒരു ഐഡിയ ഇല്ല, അയാള് അതിനൊരു സമയപരിധിയും വെച്ചിട്ടില്ല. 1 ആഴ്ച, 2 ആഴ്ച, 3 ആഴ്ച, അങ്ങനെ ഒരു സമനൻ മുഅയ്യനൻ, ഒരു നിർണിത സമയം അതുമില്ല. ഇന്ന ആവശ്യത്തിന് വന്നതാണ്, പക്ഷെ സംഗതി നടന്നിട്ടില്ല. അപ്പൊ അങ്ങനെയുള്ള ഒരു യാത്രക്കാരനെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിൽ ഫൈനഹു യതറഖസു ബിറഖ്സി സുഫരി വലൗ തോലത്തിൽ മുദ്ദ, സമയം നീണ്ടാലും അവന് ഈ റുഖ്സകളൊക്കെ ഉപയോഗപ്പെടുത്താം. ജമ്മു ഖസ്റും അതല്ലാത്ത ആനുകൂല്യങ്ങൾ ഉപയോഗപ്പെടുത്താം. യാത്രയുടെ ആനുകൂല്യങ്ങൾ റുഖ്സകളൊക്കെ അയാൾക്ക് ഉപയോഗപ്പെടുത്താം. അപ്പൊ ഇത് വേറെയാണ്, നേരത്തെ പറഞ്ഞത് വേറെയാണ്. അപ്പൊ ഇയാൾക്ക് ഇങ്ങനൊരു ഹാജത്തുണ്ട്, അയാൾ അതിനു വേണ്ടി വന്നതാണ്. ഇത്ര മാസം ഇത്ര ആഴ്ച എന്നൊന്നും അയാൾക്ക് വരില്ല. അത് സംഗതി കിട്ടിയാണ് പോകും, അല്ലെങ്കിൽ സംഗതി നടന്ന് അതുകൊണ്ട് ഒപ്പിട്ടിട്ട് അയാൾ പോകും, അല്ലെങ്കിൽ ഇതാക്കി അയാൾ പോകും. അപ്പൊ അങ്ങനെയാണെങ്കിൽ അയാൾക്ക് ഈ റുഖ്സകൾ അയാൾക്ക് എടുക്കാം. വലൗ തോലത്തിൽ മുദ്ദ, സമയം ദീർഘിച്ചാലും നീണ്ടാലും. വല ഫർഖ ബൈന സഫരി ഫിൽ ബരി വൽ ബഹരി, കരയിലാണെങ്കിലും കടലിലാണെങ്കിലും യാത്രന്റെ വീതിയിലേക്കുള്ള വ്യത്യാസമൊന്നും വരുന്നില്ല. അതിൽ ലജ്നത്ത് ദായിമയോടുള്ള ചോദ്യത്തിന് അവർ കൊടുത്ത ഉത്തരമാണ് 11,520 ഫത്വാറക്കം. അതിൽ ഇത് കാണാം. അപ്പൊ തന്നെയാണ് ഈ വിഷയത്തിൽ പണ്ഡിതന്മാരൊക്കെ പറഞ്ഞിട്ടുള്ളത്. ഷെയ്ഖ് ഉസൈമി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹവും ഇതേ കാര്യം പറഞ്ഞു. വലൈസലിൽ ഖസ്രി അവിൽ ഇഖാമത്തി മുദ്ദത്തും മുഅയ്യന, ഈ ഖസറിന് അങ്ങനെ യാത്ര ചെയ്ത് അയാൾ എത്തി ആ സ്ഥലത്ത് താമസിക്കുന്നതിന് അയാൾക്ക് ഒരു കറക്റ്റ് ടൈം അയാൾക്കില്ലെങ്കിൽ അലൽ ഖൗലി സ്വഹീഹി മാ ദുംതും ആസിമീന അല റുജൂഇ ഇലാ ഉത്താനിക്കും, നിങ്ങളുടെ നാട്ടിലേക്ക് നിങ്ങൾ തിരിച്ചു പോകുന്നത് വരെ ആനുകൂല്യങ്ങൾ നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്താം. അലൽ ഖൗലി സ്വഹീഹ്, ഏറ്റവും ശരിയായ അഭിപ്രായ പ്രകാരം. അതാണ് ഖൗലുൻ സ്വഹീഹ്. മാതുംതും, നിങ്ങളായിരിക്കുന്ന കാലത്തോളം, ആസിമീന അല റുജൂഇ ഇലാ ഉത്താനിക്കും, നിങ്ങളുടെ നാടുകളിലേക്ക് തിരിച്ചു പോകാൻ ആഗ്രഹിക്കുന്ന കാലത്തോളം. അപ്പൊ ആവശ്യം നടന്നാൽ തിരിച്ചു പോകും, ആവശ്യം നടന്നാൽ തിരിച്ചു പോകും. അങ്ങനെ ഇരിക്കുന്ന ടൈം നിങ്ങൾക്ക് എന്ത് ചെയ്യാം, യാത്രയുടെ ആനുകൂല്യങ്ങൾ
ഉപയോഗപ്പെടുത്താം. അമ്മായി നവൈത്തും ഇഖാമത്തുൽ മുത്ലഖ, എന്നാൽ നിങ്ങൾ അവിടെ താമസിക്കാൻ തന്നെ വന്നതാണെങ്കിൽ ഫഖദിൻ ഖതാഹുക്കും മുസ്സഫരി ഫീ ഹഖിക്കും, നിങ്ങളുടെ ഹക്കില് ഈ സഫറിന്റെ വിധികളൊക്കെ എന്തായി മുറിഞ്ഞുപോയി. കാരണം നിങ്ങളവിടെ താമസിക്കാനുള്ള ഉദ്ദേശത്തിലാണ് വന്നത്. അപ്പൊ പിന്നെ ഈ ആനുകൂല്യങ്ങൾ കിട്ടൂല. അപ്പൊ അതാണ് ഷെയ്ഖ് ഉസൈമീൻ റഹ്മത്തുള്ളാഹി അലൈഹി ആ വിഷയത്തില് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ വേറെ ഒരുപാട് ഫത്വകൾ ആ വിഷയത്തിൽ കാണാം. ഇനി കുറച്ച് കാര്യങ്ങൾ കൂടി ജമ്മിന്റെ വിഷയത്തിൽ മനസ്സിലാക്കേണ്ടതുണ്ട്. അതിനുശേഷം നമ്മൾ ഖസറിലേക്ക് കടക്കും. കുറച്ച് കാര്യങ്ങൾ കൂടിയുണ്ട്. ഇത് തർത്തീബായിട്ട് തന്നെ നിസ്കരിക്കണോ, അങ്ങനെയുള്ള ചില വിഷയങ്ങൾ കൂടി വരുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിൽ നമുക്ക് വിശദീകരിക്കാം. അതിനുശേഷം നമുക്ക് ജമ്പ് പോകാം. അതേപോലെ തന്നെ വേറെ ഉള്ള സംശയമാണ്, നമ്മൾ ചിലപ്പോ സ്ഥലം കാണാൻ വേണ്ടി പോകും, അല്ലെങ്കിൽ വേറെന്തെങ്കിലും ഒരു ആവശ്യത്തിന് കച്ചവടം അങ്ങനെയുള്ള നമ്മളെന്തെങ്കിലും ആ സന്ദർഭത്തിലൊക്കെ ജമാക്കാൻ പറ്റുമോ? അങ്ങനെയുള്ള ആവശ്യങ്ങൾ ഒന്ന് ഉല്ലസിക്കാൻ ആഹ്ലാദിക്കാനൊക്കെ പോകുന്ന സന്ദർഭത്തിൽ ജമാക്കാൻ പാടുണ്ടോ? അപ്പോൾ അങ്ങനത്തെ ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടി മനസ്സിലാക്കാനുണ്ട്. ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിൽ നമുക്ക് വിശദീകരിക്കാം. വിഷയങ്ങൾ പഠിക്കുക, മനസ്സിലാക്കുക. അള്ളാഹു നമ്മൾ ചെയ്യുന്ന എല്ലാ അമലുകളെയും സ്വാലിഹായ അമലായി സ്വീകരിക്കുമാറാവട്ടെ. അറിഞ്ഞും അറിയാതെയും ചെയ്തുപോയ എല്ലാ അബദ്ധങ്ങളും അള്ളാഹു പുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. ഖുർആനും സുന്നത്തും അനുസരിച്ച് ജീവിക്കാനുള്ള തൗഫീക്ക് അള്ളാഹു നമുക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ. മരണപ്പെട്ടുപോയ സഹോദരീ സഹോദരങ്ങൾക്ക് അള്ളാഹു മഗ്ഫിറത്തും റഹ്മത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ. മാരകമായ രോഗങ്ങളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും അള്ളാഹു നമ്മെ എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാവട്ടെ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. اللهم اجرنا من النار، اللهم اجرنا من النار، اللهم اجرنا من النار. اللهم اعز الإسلام والمسلمين وأذل الشرك والمشركين. وآخر دعوانا الحمد لله رب العالمين. السلام عليكم ورحمة الله. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك.